അഭയാർത്ഥികൾ ലോകത്തിൻ്റെ നൊമ്പരമാണ്. മെഡിറ്ററേനിയൻ സീയിൽ മുങ്ങിമരിച്ച ഐലാൻ കുർദി എന്ന പിഞ്ചു ബാലന്റെ ചിത്രം ലോകത്തിൻ്റെ നൊമ്പരമായി, ലോകത്തിൻ്റെ വിങ്ങലായി ലോക മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയും അഭയാർത്ഥികളോട് വളരെ പോസിറ്റീവായ സമീപനങ്ങൾ ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വെച്ചു പുലർത്തുകയും ചെയ്തു വരികയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ സ്പെസിഫിക്കായി പറഞ്ഞ 2015 ശേഷം ശക്തമായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനും അവരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ അവരെ സ്വീകരിക്കുന്നതിനുമൊക്കെ എത്തിക്കുകയും ചെയ്തു. എന്നാൽ സമീപനാളിൽ അഭയാർത്ഥികൾക്ക് എതിരായി ഒരു വികാരം ലോകരാഷ്ട്രങ്ങളുടെ രൂപപ്പെടുന്നുണ്ടോ? ഏറ്റവും സമീപനാളിൽ ഡെൻമാർക്കിൽ നിന്ന് അവരുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ സാധിക്കാത്ത അഭയാർത്ഥികളെ തിരിച്ച് അവരുടെ നാടുകളിലേക്ക് അയക്കുവാനുള്ള ഡെൻമാർക്ക് സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ഈ സമയങ്ങളിൽ നടപ്പാക്കി വരികയാണ്. UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സമാനമായ തീരുമാനങ്ങളുമായി മുമ്പോട്ട് വരികയാണ്. എന്താണ് ഈ പ്രതിഭാസത്തിന് മുൻപിൽ? അഭയാർത്ഥി പ്രവാഹത്തിന് പിന്നിലുള്ള സാമൂഹിക, സാമ്പത്തിക, മതപരമായ അജണ്ടകൾ, അതിന് പിന്നിലുള്ള കാരണങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ അയർലൻഡിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. നെതർലൻഡ്സിൽ 13 വർഷമായി ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ റിജോ മുപ്രപ്പള്ളിലും നമ്മളോടൊപ്പം പങ്കുചേരുന്നു. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, സമീപനാളിൽ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അഭയാർത്ഥികളെ തിരിച്ചയക്കുന്ന രീതിയിലേക്ക് എത്തുകയാണ്. ശരിക്കും അഭയാർത്ഥികളോട് കരുണ കാണിക്കേണ്ട, അല്ലെങ്കിൽ അഭയാർത്ഥികളോട് അലിവ് കാണിക്കേണ്ട ഉത്തരവാദിത്വം ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് ഈ രാഷ്ട്രങ്ങൾ മുൻപോട്ട് പോകാനുള്ള കാരണം? എങ്ങനെയാണ് ഈ ഒരു തിരിച്ചയക്കലിനെ അങ്ങ് നോക്കിക്കാണുന്നത്? ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ഞാൻ നിതിൻ ചോദിച്ച ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഏതാണ്ട് 1 വർഷക്കാലത്തിന് മുമ്പ് ഷെക്കൈന TVയിലൂടെ ബിഗ് ഡിബേറ്റിലൂടെ നടത്തിയ ഒരു പങ്കുവയ്ക്കൽ, അഭയാർത്ഥികൾ അപകടകാരികളാണോ എന്നുള്ള ചോദ്യവുമായിട്ട് നിതിൻ തന്നെയാണ് ആ ഡിബേറ്റ് ലീഡ് ചെയ്തത്. 1 വർഷം മുമ്പ് ഈ ചാനൽ പങ്കുവച്ച കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയാണെന്നുള്ളത് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന യഥാർത്ഥ സംഭവ വികാസങ്ങൾ. ആൾക്കാരുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ അഭയാർത്ഥികൾ, കുടിയേറ്റക്കാര് ഇതെല്ലാം ഏതാണ്ട് ഒന്നല്ലേ എന്നുള്ളത്. ഇതിന് തന്നെ ഒരു വ്യക്തത ആരംഭത്തിൽ തന്നെ ഉണ്ടാകുന്നത് നല്ലതാണ്. അഭയാർത്ഥികൾ എന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, അഭയം അർത്ഥിച്ചു വരുന്നവർ എന്ന്. കുടിയേറ്റക്കാർ വ്യത്യസ്തമാണ്. ജോലി സംബന്ധമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി പോപ്പർ വിസയിലൂടെ ഒരു രാജ്യത്തേക്ക് പഠനത്തിനായിട്ട്, ജോലിക്കായിട്ട്, മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട്, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ കടന്നു ചെല്ലുന്നവർ. പക്ഷെ ഇവിടെ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ വിഷയം സ്പെസിഫിക് ആയിട്ട് എടുക്കുമ്പോൾ, അഭയം തേടിയെത്തിയിരിക്കുന്ന ഒരു ജനവിഭാഗം അവർ സ്വന്തം രാജ്യത്തുനിന്ന് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടോ, അവിടുത്തെ യുദ്ധം കൊണ്ടോ, അവിടുത്തെ കലഹങ്ങൾ കൊണ്ടോ, അവിടുത്തെ ക്ഷാമം കൊണ്ടോ, സാമ്പത്തിക ഭദ്രതയില്ലായ്മയോ, ഇങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ടാണ് അഭയാർത്ഥികളായിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. ഈ അടുത്ത കാലത്തുണ്ടായ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത് ആഭ്യന്തര കലഹങ്ങൾ മാത്രമല്ല, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ചില രാജ്യങ്ങളിലുള്ള സ്വാധീനങ്ങളും പ്രവർത്തനങ്ങളും കൊലകളും ആണ് പശ്ചാത്തലമായിട്ടുള്ളത്. ഇനി നമുക്ക് വിഷയത്തിൻ്റെ ഗൗരവമായ കാര്യത്തിലേക്ക് തന്നെ വരാം. അടുത്ത കാലങ്ങളുണ്ടായിരുന്ന അഭയാർത്ഥി പ്രവാഹങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പ്രധാനമായിട്ടും ഉണ്ടായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. പ്രധാനമായും ഇറാഖിൽ നിന്നാണ്. ഇറാഖിൽ നിന്നുള്ള യൂറോപ്യൻ പാലായനം, അഭയാർത്ഥി പാലായനം, അതിൻ്റെ പശ്ചാത്തലം
എല്ലാ ജനവിഭാഗങ്ങൾക്കും കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഭീകര പ്രസ്ഥാനങ്ങളുടെ ഇടപെടലും അവരുടെ ക്രൂരതയും അതിൻ്റെ മറവിൽ നടത്തിയ അഭയാർത്ഥി പലായനവുമാണ്. പക്ഷെ ഇതിനെ ആ അർത്ഥത്തിൽ മാത്രം നോക്കിക്കാണുവാൻ എനിക്ക് സാധിക്കില്ല. ഇതിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികളെ സൃഷ്ടിച്ചുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ രൂപം കൊടുക്കുക എന്ന അജണ്ടയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നടപ്പിലാക്കിയത്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് തൊട്ടടുത്ത കുവൈറ്റിലേക്കോ തൊട്ടടുത്ത സൗദി അറേബ്യയിലേക്കോ ഒരു പലായനവും നടന്നതായിട്ട് നമുക്കറിയില്ല. ഇത് കടലുകൾ കടന്ന് മൈലുകൾ കടന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം അഭയം ചോദിച്ച് ചെന്നതിന് ശേഷം അർത്ഥികളായിട്ട് ചെന്നതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? പാല് കൊടുത്ത കൈകളിൽ തന്നെ ആഞ്ഞു കൊത്തുന്ന അവസ്ഥ, അഭയം കൊടുത്ത ആളുകളെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥ, അഭയം കൊടുത്ത സ്ഥലത്തെ നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് സംഘടിതമായി ആവശ്യപ്പെടുന്ന അവസ്ഥ, അഭയം കൊടുത്ത അഭയസ്ഥാനവും അവരുടെ വന്നവർക്കുള്ള കുട്ടികൾക്കുള്ള പഠന സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും അവിടുത്തെ ഉപയോഗപ്പെടുത്തി ആ രാജ്യങ്ങളെ ശിഥിലമാക്കുന്ന പ്രവണത ശക്തമായിട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും കണ്ണു തുറന്നത്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രധാനമായിട്ടും ക്രൈസ്തവ രാജ്യങ്ങൾ തന്നെയാണ്. ക്രൈസ്തവരാരും അഭയാർത്ഥികളായിട്ട് പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ കുറവാണ്. പക്ഷെ അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാരെ സ്വീകരിക്കുന്ന കരുണയുടെയും സ്നേഹത്തിന്റെയും സ്പർശവും ആ മനസ്സും ഈ സമൂഹത്തിന് ഉണ്ടായിപ്പോയി. വിഷമിച്ചു വരുന്ന ഒരാളെ സ്നേഹിച്ചു അലിവാണോ ആ ഒരു അലിവും കരുണാദ്രമായ ഹൃദയവും ഒക്കെയാണ് ഇവിടെ മുതലെടുക്കപ്പെടുന്നത്. അത് മുതലെടുക്കപ്പെടുകയാണ് ചെയ്തത്. അത് തിരിച്ചറിയാൻ അല്പം വൈകിപ്പോയി. സ്വന്തം മക്കളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് കടന്നു വന്ന ഒരാൾക്ക് കിടപ്പാടം കൊടുത്ത എത്രയോ ഭവനങ്ങളുണ്ട്. പക്ഷെങ്കിൽ അവസാനം ആ വ്യക്തികളെയും ആ കുടുംബ പശ്ചാത്തലങ്ങളെയും ആക്രമിക്കുന്ന പ്രവണത, ഭരണ സംവിധാനങ്ങളെ പോലും തകിടം മറിക്കുന്ന രീതികള് ഇത് ആവർത്തിക്കപ്പെടുന്നത് കണ്ടപ്പോഴാണ്, അടുത്ത നാളുകളിലെ നിരന്തരം ഇത് ആവർത്തിക്കപ്പെട്ടപ്പോഴാണ് പല രാജ്യങ്ങളും ഉണർന്നെഴുന്നേറ്റത്. ഫ്രാൻസ് ഉണർന്നെഴുന്നേറ്റും ഇപ്പോൾ ഇതാ ഡെൻമാർക്ക് അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നവരെ തിരിച്ചയക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു കാലഘട്ടത്തിൽ സ്വീകരിച്ച് സംരക്ഷണം കൊടുത്തവരെ, സംരക്ഷണം ലഭിച്ചവരെ, ആ സംരക്ഷണം കൊടുത്തവർക്കെതിരെ നീങ്ങുന്ന പ്രവണത അത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല. അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കില്ല. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ, ഇവിടെ ഡെൻമാർക്കിന്റെ കാര്യം പറഞ്ഞു. അവിടുത്തെ നിയമങ്ങളുമായി ചേർന്ന് പോകാത്ത അഭയാർത്ഥികളെ തിരിച്ചയക്കുന്നു എന്നൊരു ക്ലോസാണ് ആ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി സർക്കാർ പറയുന്നത്. ശരിക്കും അങ്ങ് യൂറോപ്പിലാണ്, അയർലൻഡിലാണ് അങ്ങ് താമസിക്കുന്നത്. അഭയാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ വളരെ അടുത്തറിയാവുന്ന വ്യക്തി കൂടിയാണ്. ശരിക്കും ഈ അഭയാർത്ഥികളായി ഈ സമൂഹങ്ങളിൽ എത്തിപ്പെടുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ അവരുടേതായ പ്രാദേശിക നിയമങ്ങൾ അനുസരിക്കാനുള്ള ഒരു മടി പൊതുവെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തായിരിക്കാം അത്തരം ഒരു കാര്യങ്ങൾ അവരുടേതായ വ്യക്തിപരമായ അവരുടെ ഇടപെടലുകളായി മുമ്പോട്ട് പോകുന്നതാണോ ഈ സർക്കാരുകളെ ഇത്തരം ചില തീരുമാനങ്ങളിലേക്ക് അവരെ എത്തിക്കുന്നത്? താങ്ക് യു നിതിൻ. ജർമ്മനിയിൽ സിറിയൻ അഭയാർത്ഥികളെ അവരെ എവിക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരെ തിരിച്ചുവിടാനുള്ള എല്ലാ റെസ്ട്രിക്ഷൻസും നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചുവിടാൻ പാടില്ല എന്ന നിയമം ഉണ്ടായിരുന്നു. കഴിഞ്ഞിടക്ക് ആ നിയമം ലിഫ്റ്റ് ചെയ്തു. ഇനി ഏതെങ്കിലും സിറിയൻ അഭയാർത്ഥികൾ കുറ്റം ചെയ്താൽ അവരുടെ നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഗവൺമെന്റിന് ലഭിച്ചു. അത് ജർമ്മനി നടത്തിയ നാടകീയമായ ഒരു ടേണിംഗ് ആണ്. വളരെയധികം വിമർശിക്കപ്പെട്ടു ആഞ്ചല മെർക്കൽ അടക്കം ആ വിഷയത്തിൽ. പക്ഷേ ആഞ്ചല മെർക്കലിനെ പോലെ അഭയാർത്ഥികൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചാൻസലർ പോലും മാറി ചിന്തിച്ചു എന്നുള്ളത് ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട്. അതായത് ഇതിപ്പം ഡെൻമാർക്കിനെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ആദ്യമായിട്ടാണ് ഇത്തരം തീരുമാനം ഡെൻമാർക്ക് യൂറോപ്പിൽ എടുക്കുന്നതെന്ന് പറയുന്നു. അതായത് കേവലം ഡെൻമാർക്കിൽ മാത്രം നിൽക്കുന്നില്ല, മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും ഒരു പുനരാലോചനയിലേക്ക് കടക്കുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തുനിന്ന്.
ആബ്സല്യൂട്ട്ലി. കഴിഞ്ഞ ഓസ്ട്രിയയിൽ നടന്ന ഭീകരാക്രമണം, ഫ്രാൻസിൽ തുടർച്ചയായിട്ട് നടന്ന 2 എണ്ണം, അതായത് സാമുവൽ പാറ്റി എന്ന അധ്യാപകനെ കഴുത്തറുത്തു കൊന്നത്, അതുപോലെ തന്നെ ഫ്രാൻസിലെ ആ പള്ളിയിൽ കയറി കുഞ്ഞുങ്ങളുടെ മാതാവായിട്ടൊരു സ്ത്രീയെയും മറ്റുള്ളവരെയും കഴുത്തറുത്തു കൊന്നത്, അതിനുശേഷം തൊട്ടുപുറകെ തന്നെ ഓസ്ട്രിയയിൽ നടന്ന ഭീകരാക്രമണങ്ങൾ. ഈ ഭീകരാക്രമണങ്ങളിൽ വളരെ ശരിക്കും യൂറോപ്പിനെ ഇരുത്തി ചിന്തിപ്പിച്ച ആക്രമണങ്ങളാണ് അതെല്ലാം. കാര്യം സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ആ ആക്രമണത്തിന് അവർ പറഞ്ഞ കാരണം പോലും വ്യാജമാണെന്ന് തെളിയും. അതിന് കാരണക്കാരിയായ സ്കൂൾ വിദ്യാർത്ഥി ഇപ്പൊ അറസ്റ്റിലാവുകയും ചെയ്ത കഥ നമ്മളെല്ലാം വായിച്ചു. അതുകൊണ്ട് തന്നെ ഇതൊരു ഇസ്ലാമോ ഫോബിയ അല്ല, ഇത് ഒരു റിയൽ ആയിട്ടുള്ള ഒരു ത്രെട്ട് തന്നെയാണ് എന്ന ഒരു ധാരണയിലേക്ക് ശരിക്കും യൂറോപ്പിന്റെ പൊതുമനസ്സ് മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതേസമയം തന്നെ യൂറോപ്യൻസ് പൊതുവെ ഒരു സഹാനുഭൂതിയുള്ള ആളുകളാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചാരിറ്റി വർക്കൗട്ട് ചെയ്യുന്ന യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ഇപ്പോ നമ്മുടെ നാട്ടിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒക്കെ കയറ്റി അയക്കാൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ നഴ്സ് മാനേജേഴ്സ് ഒക്കെ പിരിവെടുക്കുക ഇവിടെ നടന്നു. അപ്പം അത്തരത്തില് എന്നാൽ ഈ അയക്കുന്ന പണം എങ്ങോട്ടൊക്കെ എത്തുന്നതെന്ന് അവർക്ക് പോലും അറിയില്ല. കാര്യം അവരേതെങ്കിലും ചാരിറ്റിക്ക് കൊടുക്കും, അവരെത്തിച്ചാൽ എത്തിച്ചു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു മാനസികാവസ്ഥയുള്ള യൂറോപ്യൻസിനെ പോലുള്ളവർ ആ ഒരു മാനസികാവസ്ഥയും മാനവികതയും കൊണ്ടാണ് ഒരു ഐലൻഡ് കുർദിയുടെ ഒരു ചിത്രം പോലും യൂറോപ്പിന്റെ നൊമ്പരമായിട്ട് മാറിയത്. പക്ഷേ അതിനെ മുതലെടുക്കുന്ന രീതിയിൽ മതഭീകരത വന്നതുകൊണ്ടാണ് അവർ മാറി ചിന്തിച്ചത്. ഇതിനാദ്യമേ എന്റെ ഒരു പെർസെപ്ഷൻ, എന്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് എന്താണ് ഈ അഭയാർത്ഥികളായിട്ട് വന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് 2012 ഞാൻ അയർലൻഡിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഗോൾവേയിലായിരുന്നു 2012. അയർലൻഡിലെ തേർഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ഗോൾവേ. അവിടുത്തെ അയർസ്കോർ എന്ന് പറയുന്ന ഗോൾവേയിലെ അയർസ്കോറിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ഏഷ്യൻ എന്ന് തോന്നിക്കുന്ന, അതായത് അദ്ദേഹം ഒരു ഇറാനി ആയിരുന്നു, ഇറാനോ ഇറാഖോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു, ഇറാഖാണ്, ശരി. അപ്പം ഇറാഖുകാരനായ ഒരാള് എന്നെ വന്ന് സമീപിച്ചു. അപ്പൊ ഏകദേശം നമ്മളെ കണ്ടാലും ഒരു നോൺ യൂറോപ്യൻ ആണെന്ന് അറിയാലോ. എന്നിട്ട് ഇദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞ കാര്യം ഇതാണ്, ഞാൻ ക്രിസ്ത്യാനിയാണെന്നൊന്നും അറിയില്ല, വന്ന് ജസ്റ്റ് ഹലോ ഒക്കെ പറഞ്ഞു ജസ്റ്റ് എന്നിട്ട് പറയാ, ഈ ആളുകളെ കണ്ടില്ലേ, ഇവരൊക്കെ ഭയങ്കര മോശം, കണ്ടില്ലേ ഇവരുടെ വസ്ത്രം, ഇതൊക്കെ നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത ആളുകളാണ്. എനിക്ക് ചോദിക്കാം, ഞാനന്ന് വന്നതേ ഉള്ളൂ, അന്ന് ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ വീക്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഞാൻ ചോദിച്ചത്, പിന്നെ എന്തിനും ഇവിടെ നിൽക്കണേ അങ്ങ് സൗദിയിലേക്ക് കൂടെ എന്ന് ഞാൻ ഇപ്പോഴാണ് ചോദിച്ചത്. പക്ഷെ അതായത് ഒരു പെർസെപ്ഷൻ, ഒരു പരിധിവരെ കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്ന ഒരു എലമെന്റ് അതിനകത്തുണ്ട്. കാര്യം മൂടിപ്പൊതച്ച് നടക്കുന്ന ഒരു റെസ്ട്രിക്റ്റീവ് കൾച്ചറിൽ നിന്ന് പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു കൾച്ചറൽ ഷോക്ക്, അത് ഇപ്പൊ മലയാളികൾക്ക് പോലും പലപ്പോഴും യൂറോപ്പിൽ ഉണ്ടാകുമ്പോൾ ആദ്യം മലയാളികൾക്കും സമാനമായ ചില നിലപാടുകൾ ഉണ്ടാകാം. പക്ഷെ ഒരു കൾച്ചറൽ ഷോക്കിനും ഇത്തരത്തിലുള്ള ഇസ്ലാമിക മുസ്ലിം അഭയാർത്ഥികൾക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൾച്ചറൽ ഷോക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ മാറും. പക്ഷേ ഇസ്ലാമിക ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഇസ്ലാമിക ഐഡിയോളജി ഉള്ളിലുള്ള ഒരാളാണെങ്കിൽ ഇതൊരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൾച്ചറൽ ഷോക്ക് അല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അള്ളാഹുവിന്റെ ഉമ്മത്തിനെതിരെയുള്ള, അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കാഫിറുകളായിട്ടാണ് അവർ കാണുന്നത്. ഇതാണ് വ്യത്യാസം. ഒരു സാധാരണ ഒരു മനുഷ്യൻ മറ്റൊരു രാജ്യത്ത് വന്നാൽ അവനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൾച്ചർ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഒരു കൾച്ചർ ഷോക്ക് ഉണ്ടാവും, പറ്റില്ലെങ്കിൽ അവൻ തിരിച്ചു പോകും, അല്ലെങ്കിൽ അവൻ എന്നാൽ ഒരു ഇസ്ലാമിക ഡീപ് റൂട്ടഡ് ഐഡിയോളജി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കൾച്ചറൽ ഷോക്ക് എന്നതിനേക്കാൾ ഉപരി അള്ളാഹുവിനോട് പാപം ചെയ്യുന്ന കാഫിറുകളായിട്ടാണ് അവർ കാണുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ പൊതുവെ നമുക്ക് പറയാൻ പറ്റുമോ, അതോ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ, അതോ പൊതുവെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് ആളുകൾ കൂടുതലായി വരുന്നത് കൊണ്ടാണോ അങ്ങ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് ഇവിടെ എടുത്തു പറയുന്നത്, അതോ ഇതൊരു പൊതുവായിട്ടുള്ള ഒരു രീതി ഇങ്ങനെ തന്നെയാണോ? ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ അഭയാർത്ഥികളായിട്ട് വരുന്ന എല്ലാവരും അങ്ങനെയാണ് എന്ന് നമ്മൾ പറയത്തില്ല. ചിലര് ജെനുവിൻ ഉണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ശരി, ഈ അഭയാർത്ഥികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വിളിക്കുന്ന ഈ കൂട്ടം, ഇത് ഒരു പരിധി വരെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഇരകളാണ്. ശരി, അതായത് അവര് എവിടെയെങ്കിലും വന്ന് ക്യാമ്പ് ചെയ്യുന്നു, അവർക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി ഏതെങ്കിലും ഹ്യൂമൻ ട്രാഫിക്കേഴ്സിന് കൊടുക്കുന്നു, അവര് ഇവിടെ നാട് കടത്തുന്നു. ഈ സിറിയയിലും ഇറാഖിലും നടന്ന ഭീകര ഐസിസിന്റെ റൂൾ അടക്കം ഇവിടെ എല്ലാം ഏറ്റവും കൂടുതൽ കഷ്ടം അനുഭവിച്ചതും ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യപ്പെട്ടതും ആരാണ്? യസീദികളും ക്രിസ്ത്യാനികളുമാണ്. ശരി, മുസ്ലിങ്ങളല്ല, യസീദികളും ക്രിസ്ത്യാനികളുമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരമുള്ള ഭരണമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ യസീദികളും ക്രിസ്ത്യാനികളിലും എത്ര പേർക്ക് അഭയം ലഭിച്ചു? എത്ര പേര് അഭയാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്? അവർ അവിടെ കൊന്നൊടുക്കപ്പെട്ടതല്ലാതെ ആ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ള ഒരു തുലവും ചുരുക്കം മാത്രമാണ്. എന്തുകൊണ്ടാണ്? ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് നടക്കുന്നത്.
ഈ അഭയാർത്ഥി പ്രവാഹം എന്ന് പറഞ്ഞാൽ ചുമ്മാ അവര് കെട്ടും കെട്ടെടുത്ത് വരികയല്ല. ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് പൈസ കൊടുത്ത് അവര് ബോട്ടിലും വഞ്ചിയിലും കപ്പലിലും ഒക്കെ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക്കേഴ്സിനെ എല്ലാവരും എടുത്തു നോക്കിയോ, എല്ലാം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ യസീദികളും ക്രൈസ്തവരും ഇതിനകത്തൂടെ വരാറില്ല. ശരി, ഭൂരിഭാഗം വന്നിട്ടുള്ള 99.9% അഭയാർത്ഥികളും ഈ പറയുന്ന രീതിയിൽ മുസ്ലിംസ് മാത്രമാണ്. അതായത് ഈ ഐലിയാൻ കുർദി ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ ലോകത്ത് ഉണ്ടാക്കുന്ന ഒരു സിമ്പതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അനുകമ്പയുടെ ഒരു വലിയ ഒരു ചിത്രമായി അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പം ആ ഒരു സ്പേസിൽ ഇത്തരം ചില മനുഷ്യക്കടത്തിന്റെ ഒരു വഴികൾ കൂടി അതിനിടയിൽ സിങ്കായി, എന്നാൽ നമുക്ക് തമ്മിൽ വേർതിരിച്ച് സാധിക്കാൻ തക്കവണ്ണം അത് രണ്ടും മിക്സ്ഡ് ആയി, അങ്ങനെ ഒരു പ്രവാഹമായിട്ടാണോ അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? സിറിയയിൽ ഒരു ക്രൈസിസ് ഉണ്ട്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. തീർച്ചയായും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഒരു രാജ്യത്ത് ഒരു ക്രൈസിസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് കേരളത്തിൽ വലിയൊരു ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കട്ടെ, നമ്മൾ ആദ്യം എങ്ങോട്ടായിരിക്കും ഓടുക? തമിഴ്നാട്ടിലേക്കാണ് പോവുക. വടക്കൻ കേരളക്കാരാണ് കർണാടകയിലേക്ക്. നമ്മള് ശ്രീലങ്കക്ക് അഭയാർത്ഥിയായിട്ട് പോവുമോ? ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇല്ല. കാരണം ശ്രീലങ്കക്ക് പോകണമെങ്കിൽ മിനിമം നല്ലൊരു വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടെങ്കിലും വേണം. അങ്ങനെ ബോട്ടിൽ ഈ കോസ്റ്റ് ഗാർഡിന്റെയും അവരുടെ ഇവിടെ കണ്ടുവെട്ടിച്ച് പ്രതികൂല കാലാവസ്ഥയും കടന്ന് നമ്മൾ ശ്രീലങ്കയിലേക്കോ മാലദ്വീപ്സിലേക്കോ നമ്മൾ പോകാൻ ശ്രമിക്കില്ല. പകരം നമുക്ക് ലാൻഡ് വഴി നമുക്ക് പോകാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്തേക്കായിരിക്കും ആദ്യം ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും ശ്രീ ഷെവലിയാർ VC സെബാസ്റ്റ്യൻ പറഞ്ഞ പോലെ ഈ പറയുന്ന 1300 കിലോമീറ്റർ അകലെയുള്ള സൗദി അറേബ്യയിലേക്കോ അല്ലെങ്കിൽ അതിലും ചുരുക്കം കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈജിപ്തിലേക്കോ പോകാതെ ഈ ആളുകളെല്ലാം ഫ്ലോക്ക് ചെയ്യുന്നത് 3600-ലധികം കിലോമീറ്റർ ദൂരെയുള്ള ഫ്രാൻസിലേക്കും UK-യിലേക്കും അതിലും അകലെ കിടക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്കുമാണ്. അപ്പൊ ഇതൊരു പ്ലാൻഡ് ഇൻവേഷന്റെ ഭാഗം കൂടാണ്. തീർച്ചയായും ഇതിനകത്ത് ഒരു റീസൺ ജെന്യൂൻ ആണ്. ഇപ്പൊ നമ്മൾ പറയുന്നില്ല, ഇപ്പോ സിറിയൻ അഭയാർത്ഥി പ്രശ്നം എന്ന് പറഞ്ഞ ഒരു ജെന്യൂൻ റീസൺ. പക്ഷെ അതിൽ ഈ ഭീകരന്മാര് അതിനെ ഒരു യൂറോപ്യൻ ഇൻവേഷൻ ഉണ്ട്, ഒരു മെത്തഡോളജി ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന, ഒരു ടൂൾ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്, നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു റിയാലിറ്റി. തീർച്ചയായും ഞാൻ രണ്ടാം ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ ചർച്ചയിലേക്ക് കടക്കാം. ഫാദർ റിജോ മുപ്പരപ്പള്ളി, അങ്ങ് 13 വർഷമായിട്ട് നെതർലൻഡിലാണ്. നെതർലൻഡ്സിൽ അഭയാർത്ഥികളുടെ ധാരാളം കാര്യങ്ങൾ ഇടപെടുന്ന വ്യക്തി കൂടിയാണ്. എന്താണ് ശരിക്കും നെതർലൻഡ്സിന്റെ ഒരു പശ്ചാത്തലം? അവിടെ ഈ അഭയാർത്ഥികളോടുള്ള സഭയുടെയും അങ്ങയുടെ സമൂഹത്തിന്റെയും ഒക്കെ നിലപാട് എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്, ഫാദർ റിജോ? അഭയാർത്ഥികളായിട്ട് വന്നവരെ രണ്ട് കൈയും സ്വീകരിച്ച യൂറോപ്പിന്റെ മനസ്ഥിതി തന്നെയാണ് നെതർലൻഡ്സിലുള്ളവരും കാണിച്ചത്. പല പള്ളികളും പള്ളിമുറികളും ഇവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുകയും അവർക്ക് എവിടെയെങ്കിലും ഒരു വീട് കിട്ടിക്കഴിഞ്ഞാൽ, സാധാരണ ഒന്നുമില്ലാത്തൊരു വീടായിരിക്കും കിട്ടുന്നത്, അവിടേക്ക് വേണ്ട മേശകളും കസേരകളും അവർക്ക് കിടക്കാനുള്ള സാധനങ്ങളും എല്ലാമായിട്ട് പള്ളികളും പള്ളിയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളുമാണ് ഇവർക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുത്തത്. അത് ഈ അടുത്ത കാലത്തുണ്ടായ പല മാറ്റങ്ങളും, ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ രൂപത ഇവർക്ക് വേണ്ടി ഇതുപോലെ അഭയാർത്ഥികളായിട്ട് വന്നവർക്ക് വേണ്ടി പല സെന്ററുകൾ ആരംഭിക്കുകയും അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട ഡ്രസ്സ്, അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം കൊടുത്തു. അതായത് ഒരു നിമിഷം ഫാദർ റിജോ, അതായത് രൂപതയ്ക്ക് ഇങ്ങനെ മിഷൻ തന്നെ ഉണ്ടോ? അഭയാർത്ഥികൾക്ക് സംരക്ഷിക്കുന്ന മിഷൻ തന്നെ ഉണ്ടോ അവിടെ? ഇടവകൾക്ക് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തേക്കാണ് ഇത് ചെയ്യാനായിട്ട്. അത് അങ്ങനെ ചെയ്ത് ഇപ്പം കുട്ടികളായിട്ട് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവരുടെ ലാംഗ്വേജ് അറിയത്തില്ല, ഡച്ച് ലാംഗ്വേജ് ആണ്, ഇവരിത് പഠിക്കണം. ഇതിനുവേണ്ടി പല ഇടവകളിലും പ്രായമുള്ളവരെ അതായത് നമ്മൾ ഈ മതം ഒന്നും നോക്കാതെ എല്ലാവരെയും സ്വീകരിക്കും നിലപാടാണ് അല്ലെ അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനുള്ളത്? അങ്ങനെയാണല്ലേ? ശരി, ഈ അടുത്ത കാലത്ത് തന്നെ ചെറിയൊരു മാറ്റം വന്നത് ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോടുകൂടിയാണ്. അതിൽ ഏറ്റവും ഉദാഹരണമായിട്ട് ഞങ്ങളുടെ അച്ഛന്മാരുടെ മീറ്റിംഗിൽ ഇവിടുത്തെ ബിഷപ്പ് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം റോഡിലൂടെ കടന്നു പോയപ്പോൾ കുറെ മുസ്ലിം യുവാക്കള് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ബിഷപ്പാണല്ലേ, കുറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇവിടെ അധികാരികളാവും, ഞങ്ങൾക്ക് ഇവിടെ മേൽക്കൈയാകും, അന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുമെന്ന്. കാരണം ഒരു പ്രകോപനം ഒന്നുമില്ലാതെ വഴിയെ നടന്നു പോയ ഒരു പുരോഹിതനെ അല്ലെങ്കിൽ ഒരു മെത്രാനെ തടഞ്ഞു നിർത്തിയിട്ട് അങ്ങനെ പറയാനും മാത്രം, കാരണം ഇവർക്കൊക്കെ ഒരു കാലത്ത് അഭയം കൊടുത്തവര്, ഇവരെ സഹായിച്ചിട്ടുള്ളവർ ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്ന കത്തോലിക്ക സഭയും അത് ക്രൈസ്തവ സഭയും പള്ളികളും പള്ളിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ അതുകൊണ്ടാണ് നെതർലൻഡ്സിലെ പല ഏരിയയിലും ഇവർക്കെതിരെ ക്യാമ്പയിനുകൾ അല്ലെ, മുന്നേറ്റങ്ങൾ, പൊളിറ്റിക്കൽ പാർട്ടികൾ പോലും ഇപ്പം ശക്തമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പം ഇവരുടെ ഈ നമ്മുടെ ആ മനോഭാവത്തിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ഇതുപോലുള്ള വേദനിപ്പിക്കുന്ന കുറെ അനുഭവങ്ങളാണ്. ഇപ്പൊ എനിക്ക് മുമ്പ് പറഞ്ഞവര് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ഫ്രാൻസിൽ തന്നെ ഈ അടുത്ത പ്രാവശ്യമായിട്ട് 4 കാര്യങ്ങളാണ് നടന്നത്. സാമുവൽ പാറ്റിക്കോ അതിനു മുമ്പ് ആ 2 മക്കളുടെ അമ്മയുടെ അവസ്ഥ അല്ലാതെ അതിനു മുമ്പ്
രണ്ടുപേരെ കൂടെ ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ അവര് ഏപ്രിൽ 23-ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ അവർ കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വൈദികനെ വിശുദ്ധ ബലിക്കിടയ്ക്ക് കയറി വന്ന് കഴുത്ത് അറുത്ത് കൊന്നിട്ടുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളും ഇപ്പം അരങ്ങേറുന്നുണ്ട്. നെതർലാൻഡ്സിൽ തന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾക്കെതിരെ എന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ കാമ്പയിൻ നടത്തിയ അതിന്റെ ലീഡറെ തന്നെ അവർ തന്നെ കൊന്നു കളഞ്ഞു. ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ, കാരണം എതിർക്കുന്നവരെ കൊന്നുകളയുന്ന ഒരു രീതിയിലേക്ക്. അതായത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരേ സമയം തന്നെ ഇരവാദവും തീവ്രവാദവും കൊണ്ടു നടക്കുന്ന ഒരു സമൂഹം ഇന്ന് ഇവരുടെ ഇടയിലുണ്ട്. ശരി, തിരിച്ചു വരാം ഫാദർ റിജോ മൂപ്പർപ്പള്ളിയിൽ. അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു വശത്ത് ഇരവാദവും മറുവശത്ത് അതിൻ്റെ എക്സ്ട്രീമായിട്ടുള്ള തീവ്രമായിട്ടുള്ള വാദവും ഒരേപോലെ ഈ സമൂഹങ്ങളിടയിൽ ഉണ്ട് എന്നതും അതാണ് യൂറോപ്പിൽ ഇന്ന് കാണുന്ന പല തീവ്രവാദ മുന്നേറ്റങ്ങൾക്ക് വളമാകുന്നതും എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇവിടെ പങ്കുവച്ചത്. ശരിക്കും ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ, ഇത് നമ്മൾ യൂറോപ്പിൽ നിന്നാണ് ഇത് പറയുക, യൂറോപ്പിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇവർ രണ്ടിനും സംസാരിക്കുക. ശരിക്കും ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പഠിക്കാൻ അല്ലെങ്കിൽ കേരളത്തിന് പഠിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുള്ളതായിട്ട് അങ്ങേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നിതിൻ, ആരംഭത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ, പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കൽ പങ്കുവച്ചത് മൈലുകൾക്കപ്പുറത്തുള്ള സ്ഥലത്തേക്കാണല്ലോ ഇറാഖിൽ നിന്നുള്ള അഭയാർത്ഥികൾ പോയത് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാല് ഇറാഖിലൊക്കെ നടന്ന വിപ്ലവത്തിന്റെ പേര് ജാസ്മിൻ റവല്യൂഷൻ എന്നാണ്, മുല്ലപ്പൂ വിപ്ലവം. ആ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ അഭയാർത്ഥി പ്രവാഹം സൃഷ്ടിക്കപ്പെട്ടത്. അതിനൊരു മറുവശം കൂടെ പറയുന്നത് വളരെ രസാവഹമാണ്. മണലാരണ്യത്തിലേക്ക് ഞങ്ങൾക്ക് ഇനി ഒരു മണൽ ചാക്ക് കൊണ്ടിടേണ്ട ഒരു കാര്യവുമില്ല. കുവൈറ്റ്, സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങൾ മണലാരണ്യമാണ്. അവിടെ ഞങ്ങളുടെ എല്ലാം സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അവിടെ ഞങ്ങൾക്ക് ആൾക്കാരെ കൊണ്ട് ഇടേണ്ട കാര്യമില്ല. മണലാരണ്യത്തിലേക്കൊരു മണൽ ചാക്ക് ഇട്ടത് കൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തില്ല. പിന്നെ എവിടെയാണ് ഇത് വേണ്ടത്? ഇത് ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകണം. അങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതേ തീവ്രവാദ അജണ്ടകൾ തന്നെയാണ്. മൊസാംബിക്ക് തീവ്രവാദ സംഘടനകളുടെ കേന്ദ്രമായിട്ട് മാറിയിരുന്നത് നമ്മൾ കാണുന്നില്ലേ? നൈജീരിയ, അവിടെ ഇതിന്റെയൊക്കെ വകഭേദങ്ങള് എത്രയോ സ്കൂൾ കുട്ടികളെയാണ് കഴിഞ്ഞ നാളുകളിൽ തട്ടിയെടുത്തുകൊണ്ട് പോയി കൊല ചെയ്യുകയും അരിഷ്ടാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ എത്രയോ ആളുകളെയാണ് ഈ ദിവസങ്ങളിൽ ഇല്ലാണ്ടാക്കുന്നത് അല്ലെ? അതിനെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകളൊന്നും കാണാത്തതുകൊണ്ട് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് അറിയണമെന്നുമില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്ന തീവ്രവാദ അജണ്ടകളാണ്. ഇനി ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിലെ ഒരു വർഷത്തിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ അരക്ഷിതാവസ്ഥകൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരായിരുന്നു. എന്തായിരുന്നു കാര്യം? കാശ്മീരിന്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളുടെ സ്വാധീനം കാശ്മീർ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് KK ഓപ്പറേഷൻ എന്ന് പറഞ്ഞ വലിയൊരു ഓപ്പറേഷൻ ആണ്. KK ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, കാശ്മീർ കേരള ഓപ്പറേഷൻ. ഒരു സമയത്ത് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള കാശ്മീരിലായിരുന്നു തീവ്രവാദത്തിന്റെ ഏറ്റവും വലിയ ലാവണ്യമെങ്കിൽ ഇന്ന് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഇഷ്ടതാരമായിട്ടും സ്നേഹധീരമായിട്ടും ഒരു പരിധിവരെ കേരളം മാറിയിട്ടില്ലേ? ഇത് VC സെബാസ്റ്റ്യൻ പറയുന്നതല്ല. ഇന്ത്യയുടെ ഇന്റലിജൻസ് വിഭാഗം വളരെ വ്യക്തമായിട്ട് നൽകിയിരിക്കുന്ന രേഖകൾ സഹിതം തന്നിരിക്കുന്ന കണക്കുകളാണ്. ഇന്ത്യയുടെ പോട്ടെ, ഐക്യരാഷ്ട്രസഭ. പക്ഷെ അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മളെ പൊതുസമൂഹം ചർച്ച ചെയ്യാത്തത്? അത് വലിയൊരു ചർച്ചയായിട്ടൊന്നും കേരളത്തിൽ വരുന്നില്ലല്ലോ. അത് തീവ്രവാദം ഉണ്ടെന്ന് പറയുമ്പോഴും അതൊക്കെ കേവലം കെട്ടുകഥകളാണെന്നാണ് പൊതുവെ പറയുക. വളരെ വ്യക്തമായ രേഖകൾ സഹിതം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളം, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലെ സ്വാധീനം വളരെ ഏറുന്നുവെന്ന്. ഈ ഒരാഴ്ച മുമ്പ് കേരളത്തിന്റെ DGP ഒരു അന്വേഷണം കമ്മീഷനെ വെക്കുകയുണ്ടായി. വേറൊന്നുമല്ല, തൊട്ടടുത്ത ശ്രീലങ്കയില് കഴിഞ്ഞ ഈസ്റ്റർ കാലത്ത് നടന്ന വലിയ സ്ഫോടന പരമ്പര,
അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരാണ്? അവിടുത്തെ ഒരു MP ആണ്. MP-യുടെ ബന്ധം എവിടെയാണ്? കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഈ പ്രസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ സ്പഷ്ടമല്ലേ? അതവിടെ നിൽക്കട്ടെ. കേരള ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും വളരെ വ്യക്തമായ രേഖകളിലൂടെ 2017 മുതൽ 19 വരെയുള്ള കാലഘട്ടങ്ങളിൽ 149 പേർ ISS ഭീകര പ്രസ്ഥാനത്തിലേക്ക് പോയതായിട്ട് രേഖകൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളുടെയും ഇടത്താവളമായിട്ട് കേരളം മാറുമ്പോൾ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതാണ്. ഭരണത്തിലിരിക്കുന്നവരെ സെബാസ്റ്റ്യൻ, ആ തീവ്രവാദത്തിന്റെ കഥകളൊക്കെ നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അതും ഈ പറയുന്ന അഭയാർത്ഥി പ്രവാഹവുമായിട്ടുള്ള അതിന്റെ ലിങ്ക് എവിടെയാണ്? അതിന്റെ ആ കണക്ഷൻ പോയിന്റ് എവിടെയാണ്? വന്നത് അഭയാർത്ഥികളായിട്ട് രൂപപ്പെടുന്ന പലരും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും കൂടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ ഇപ്പൊ നിധി ചോദിച്ചതിന് കുറച്ചുകൂടെ ഭാവിയിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറയാം. അഭയാർത്ഥികൾ എന്ന നിലയിലായിരിക്കില്ല, കുടിയേറ്റക്കാർ എന്ന നിലയിലായിരിക്കും. ആ കുടിയേറ്റക്കാരെല്ലാം കുടിയേറ്റക്കാരാണോ എന്നുള്ളത് അന്വേഷിക്കണം. കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ നമുക്ക് ഉൾക്കൊള്ളാം. ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിൽ നിന്നും എത്തുന്ന ആൾക്കാര് യഥാർത്ഥത്തില് കുടിയേറ്റക്കാരാണോ, അഭയാർത്ഥികളാണോ, തീവ്രവാദികളാണോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പരസ്പര പൂരകങ്ങളായിട്ട് വരികയാണ്. ഇതിനെക്കുറിച്ച് ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നടപടികൾ എടുക്കുവാൻ വേണ്ടി നമ്മുടെ സംവിധാനങ്ങൾ വിജയിച്ചിട്ടില്ല, പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ, ഇവിടെ ശ്രീ വി സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ ശ്രീലങ്കയിലെ കാര്യം പറഞ്ഞു. ഈസ്റ്റർ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ MP ആയ റിഷാദ് ബദായുദ്ദീൻ എന്നുള്ള വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹം ആഫ്രിക്കയിലെ കാര്യം പറഞ്ഞു, അങ്ങ് ആദ്യഘട്ടത്തിൽ യൂറോപ്പിലെ കാര്യം പറഞ്ഞു. ശരിക്കും ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ, കണക്ടിങ് ദ ഡോട്ട്സ് എന്ന് പറയുമ്പോൾ, ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട അല്ലെ, ഇവരുടെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? ശരിക്കും ഇത്തരം ചില എക്സ്ട്രീം നിലപാടുകളിലേക്ക് ഇവരെ നയിക്കുന്ന ഘടകം അതെന്താണ്? വളരെ നല്ല ചോദ്യമാണ് നിതിനെ ചോദിച്ചത്. അതിനു മുന്നേ നിതിൻ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ സാറിനോട് ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഇതൊക്കെ അഭയാർത്ഥികളുമായിട്ട് ഈ ഭീകര പ്രവർത്തനങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യുമെന്ന്. സാമുവൽ പാറ്റീനെ കൊന്നയാള് അഭയാർത്ഥിയായിരുന്നു, ടുണീഷ്യൻ അഭയാർത്ഥിയായിരുന്നു. അതിനുശേഷം ഫ്രാൻസില് ദേവാലയത്തിൽ കയറി കഴുത്തറുത്ത് കൊന്നയാള് അഭയാർത്ഥിയായിരുന്നു. കഴിഞ്ഞ ജനറേഷൻ അഭയാർത്ഥികളാണ് ഇതെല്ലാം. ഈയിടെയായിട്ട് നടന്നിട്ടുള്ള എല്ലാ ഭീകര പ്രവർത്തനങ്ങളുടെയും, ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ ഭീകര പ്രവർത്തനങ്ങളുടെയും പിന്തുണയിൽ പ്രവർത്തിച്ചതെല്ലാം അഭയാർത്ഥികളായിട്ട് അതത് രാജ്യത്ത് വന്നവർ. അപ്പൊ അഭയാർത്ഥി പ്രവാഹവും ഭീകര പ്രവർത്തനങ്ങളും തമ്മിൽ പ്രൂവൺ എവിഡൻസ്, അതായത് നമ്മുടെ കൺമുന്നിൽ തന്നെ കാണുന്ന ക്ലിയർ കട്ട് റിയൽ ലൈഫ് എവിഡൻസുകൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ എല്ലാ അഭയാർത്ഥികളും ഭീകരന്മാരാണെന്നല്ല, പക്ഷേ ഭീകരന്മാരെല്ലാം അഭയാർത്ഥികളായിട്ട് വന്നവരാണ് എന്നത് യാഥാർത്ഥ്യമാണ്, നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്? എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവണമല്ലോ. എന്താണ് കാരണം? ഇപ്പൊ എല്ലാ സെമറ്റിക് മതങ്ങൾക്കും, ഇപ്പൊ ഞാനൊരിക്കലും ഇസ്ലാം മത സെമറ്റിക് മതമായിട്ട് ഞാൻ തിയോളജിക്കലി പറയാറില്ല. കാര്യം ക്ഷേമമായിട്ട് ഒരു ബന്ധവും ഈ പറയുന്ന മതത്തിനില്ല. ഈ യഹൂദ മതമാണെങ്കിലും ആ യഹൂദ മതത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ക്രൈസ്തവ വിശ്വാസമാണെങ്കിലും ഇസ്ലാം മതവിശ്വാസമാണെങ്കിലും ഈ മൂന്ന് മതവിശ്വാസങ്ങൾക്കും പൊതുവായിട്ടുള്ള ഒരു കാര്യമുണ്ട്. മശിഹയുടെ രണ്ടാം വരവും മശിഹയുടെ ദൈവരാജ്യത്തിന്റെ സ്ഥാപനവും. യഹൂദന്മാരെയും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യ സ്ഥാപനം മനുഷ്യരുടെ ചുമതലയല്ല, ദൈവീകമായ പദ്ധതിയാണ്, ദൈവം നേരിട്ട് ചെയ്യുന്ന കാര്യമാണ്. യഹൂദന്മാരുടെ പഴയ നിയമ തൗറാത്ത്, നമ്മുടെ പഴയ നിയമ ബൈബിള് അല്ലെങ്കിൽ യഹൂദന്മാരുടെ തൗറാത്തും നബിയവും എടുത്താലും അത് തന്നെയാണ് നമ്മുടെ പഴയ നിയമ ബൈബിൾ പുസ്തകങ്ങൾ. ഇതിനകത്തെല്ലാം കാണുന്നതും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും സർവശക്തനായ ദൈവം നേരിട്ട് വന്ന് ദൈവിക രാജ്യം സ്ഥാപിക്കും എന്നത് എല്ലാവരും വിശ്വസിക്കും. ഇതിൽ നിന്നും ഘടകവിരുദ്ധമായിട്ട് മനുഷ്യരാൽ നിർമ്മിക്കപ്പെടുന്ന ഒരു സാമ്രാജ്യമാണ്, ഒരു ഇസ്ലാമിക സാമ്രാജ്യമാണ് ഇസ്ലാം മതത്തിന്റെ എസ്കറ്റോളജി എന്ന് പറയുന്നത്. ആ യുദ്ധത്തിന്റെ പാരമ്യതയിലാണ് ഈ മശിഹയെ അവർ പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ ഇമാം മഹദിയും ദജ്ജാലും തമ്മിലുള്ള ആ യുദ്ധത്തിന്റെ പാരമ്യതയിൽ ഈ പറയുന്ന ഇസ്ലാമിക മശിഹ വന്നിട്ട്, ഈ ഈസാ നബി എന്ന് അവർ വിളിക്കുന്ന ഇസ്ലാമിക മശിഹ വന്നിട്ട്, അപ്പൊ അത് പാരമ്യത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്രൈസ്തവ യഹൂദ വിശ്വാസങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവരാജ്യത്തിന്റെ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ചുമതലയാണ്. യേശുക്രിസ്തു അത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല, എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്റെ പടയാളികൾ ഇവിടെ പോരാടുമായിരുന്നു. അതുകൊണ്ട് തന്നെ പോരാട്ടം എന്ന് പറയുന്നത് ആത്മീയ തലത്തിൽ മാത്രമാണ് ക്രൈസ്തവരെയും യഹൂദന്മാരെയും സംബന്ധിച്ചിടത്തോളം. ഈ ഇസ്ലാമിക രാജ്യ സ്ഥാപനം എന്ന് പറയുന്നത് മുഹമ്മദ് മുതൽ
ഈ മുസ്ലിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ആശയമാണ് ലോകം മുഴുവൻ ഇസ്ലാമാകണം. ഈ പല ആയത്തുകൾ നമ്മൾ എടുക്കുമ്പോൾ പല മുസ്ലിങ്ങളും പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്, അതൊക്കെ യുദ്ധകാലത്ത് ഇറങ്ങിയ ആയത്തുകളാണ് സഹോദരൻ. ഈ ഇസ്ലാമിക യുദ്ധം എന്നാ അവസാനിക്കുന്നത്? മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യണം എന്നാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും മതം മുഴുവൻ എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി ആകുന്നത്? ഇസ്ലാമിക വിശ്വാസപ്രകാരം ഇവിടെ ഇരിക്കുന്ന റിജോ അച്ഛന്റെ ഓർമ്മിക്കാവുന്ന തലമുറകൾ എത്ര പുറകോട്ട് എണ്ണിയാലും എല്ലാവരും ക്രൈസ്തവരല്ലേ ആണ്. ഈ VC സെബാസ്റ്റ്യൻ സാറ്, താങ്കളുടെ തലമുറകൾ എത്ര പുറകോട്ട് എണ്ണിയാലും മിനിമം ഒരു നമ്മളുടെയൊക്കെ ഓർമ്മക്ക് പുറകിലേക്ക് എണ്ണിയാലും നമ്മളെല്ലാം ക്രൈസ്തവരാണ്. എന്റെ ഓർമ്മക്കൊക്കെ 5, 6, 7, 8 തലമുറ പുറകോട്ട് എണ്ണിയാലും ഞങ്ങളെല്ലാം ക്രൈസ്തവരാണ്. എന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഈ റിജോ അച്ഛൻ മുസ്ലിമാണ്, മുർദ്ദത്തായിട്ട് ക്രിസ്ത്യാനിയായേക്കുന്നത്. അതായത് ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും മുസ്ലിങ്ങളാണ് എന്നാണ് ഇസ്ലാമിക വിശ്വാസം. അവരൊക്കെ തെറ്റായ മാതാപിതാക്കൾ തെറ്റായ പഠനങ്ങൾ കൊടുത്താണ് അവരെയൊക്കെ ക്രൈസ്തവരും യഹൂദന്മാരും ജൈനന്മാരും സിഖുകാരും ബുദ്ധമതക്കാരും ഒക്കെ ആക്കുന്നത്, ഹിന്ദുക്കളും ഒക്കെ ആക്കുന്നതെന്നാണ് ഇസ്ലാമിക പഠനം. ഫാദർ റിജോ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ ഫാദർ ഒരു ബിഷപ്പിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു കുഞ്ഞുകുട്ടിയാണ് പറയുന്നത്. അതൊക്കെ പറയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള അങ്ങ് പറഞ്ഞതുപോലുള്ള ടീച്ചിങ്ങിന്റെ ബലമാണോ? അവിടെ ഒരു ചെറിയൊരു തിരുത്തലുണ്ട്. കുഞ്ഞുകുട്ടിയല്ല, യുവാക്കൾ. ശരി ഓക്കെ, യുവാക്കൾ. യെസ്, ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ നമ്മൾ ഈ മുസ്ലിം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ മുസ്ലിങ്ങളും ഒരുപോലെയാണ് കാണുന്നത്. ഈ സുന്നികൾ, അതായത് നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്ന സാധാരണ സുന്നികളുണ്ട്. ഇനി റാഡിക്കൽ സുന്നി വിഭാഗങ്ങൾ, അതായത് നമ്മളുടെ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, സലഫികൾ, അത്തരത്തിലുള്ള റാഡിക്കൽ സുന്നി വിഭാഗങ്ങൾ, അവരിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന തബ്ലീഗുകാർ, അങ്ങനെ വേറെ. അപ്പൊ സുന്നികളിൽ തന്നെയുള്ള ഈ ഒരു പാരമ്പര്യ സുന്നികളും ഒരു റാഡിക്കൽ സുന്നികളുമുണ്ട്, അതായത് മുജാഹിദുകളും സലഫികളുമുണ്ട്. ഈ സലഫികളുടെയും മുജാഹിദുകളുടെയും ഒരു എന്താ പറയുക, അവരുടെ പ്രത്യേകത, അവർ കുഞ്ഞുകാലം മുതലേ ഇസ്ലാമിക ഖലീഫറ്റിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക അള്ളാഹുവിന്റെ രാജ്യം, ഇസ്ലാമിക ഉമ്മത്ത് സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള അധ്യാപനങ്ങളാണ് അവർ കൊടുക്കുന്നത്. എന്നാൽ സാധാരണ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവര് ഈ ഒരു എന്താ പറയുക, എല്ലാം ഡൈല്യൂട്ട് ചെയ്ത് എല്ലാ ഒരു സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള രീതിയിലാണ് അവർ പലപ്പോഴും പഠിപ്പിച്ചു കൊണ്ടിരുന്നത്. ഈ ഒരു വ്യത്യാസം നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഇസ്ലാം മത പ്രചാരകൻ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കേരളത്തിലെ എല്ലാ മിമ്പറുകളും, അതായത് ഇവരുടെ പള്ളിയിലെ പ്രസംഗപീഠങ്ങളെല്ലാം ഒരു 10 വർഷത്തേക്ക് ഞങ്ങൾക്ക് വിട്ടുതന്നില്ല, അതായത് മുജാഹിദുകൾക്ക് വിട്ട്, സുന്നികളുടെ പീഠങ്ങളടക്കം സുന്നി പള്ളികളിൽ പോലും മുജാഹിദ് പഠനങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ 10 വർഷത്തിനകം കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ കാരണവും ഇതാണ്. ഇപ്പൊ കുഞ്ഞുങ്ങളാകുന്ന മദ്രസ കാലം മുതൽ ഈ റാഡിക്കൽ സുന്നി വിഭാഗങ്ങള് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ, അതായത് മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ നമ്മൾ യുദ്ധം ചെയ്യാനാണ്. കാഫറുകൾ മതം മാറിയില്ലെങ്കിൽ അവരെ യുദ്ധം ചെയ്യാനാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. തീർച്ചയായും തിരിച്ചു വരാം. ഫാദർ റിജോ മൂപ്പരപ്പള്ളിയിൽ, അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ നെതർലൻഡ്സിലെ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ പോലും ഈ പറയുന്ന ഓർക്കസ്ട്രേറ്റഡ് അഭയാർത്ഥി പ്രവാഹത്തിനെതിരെയുള്ള ഒരു നിലപാടുകൾ അവർ സ്വീകരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങ് ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ശരിക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ വർദ്ധിക്കുമ്പോൾ പോലും ക്രൈസ്തവ സമൂഹം ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ ആ സേവനങ്ങളിൽ ഒരു കുറവ് വന്നിട്ടില്ല, കൂടുതൽ സേവന പ്രവർത്തകർ സന്നദ്ധമാകുന്നു. ഈ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ജാഗ്രത അല്ലെങ്കിൽ കുറെ കൂടെ വിജിലൻസ് ആവശ്യമാണ് എന്നൊരു ബോധ്യമൊക്കെ ഈ ക്രൈസ്തവ സമൂഹങ്ങളുടെയിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെയിലും ഒക്കെ അവിടെ ഉണ്ടോ? നെതർലൻഡ്സിന്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ സാമൂഹിക പശ്ചാത്തലം എങ്ങനെയാണ് ഫാദർ റിജോ മൂപ്പരപ്പള്ളിയിൽ? ഇതുവരെയുള്ള സംഭവങ്ങളിൽ ഇപ്പോഴും യൂറോപ്പ് ഉണർന്നെഴുന്നേറ്റിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവരുടെ ആ വിശാല മനസ്കതയും അവരുടെ സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല. അവർ പറയും പിന്നെ ഇവരെ സഹായിക്കണം, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം ഇവരെ സഹായിക്കണമെന്ന്. പക്ഷെ ഈ അടുത്ത കാലത്ത് ഉണ്ടായ പല സംഭവങ്ങളും ഇവരിൽ പലരിലും നിരാശ ഉളവാക്കിയിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കത്തോലിക്ക സ്കൂളുകളിൽ എല്ലായിടത്തും തന്നെ ഒരു കുരിശുരൂപം സ്ഥാപിച്ചിട്ടുണ്ട് ക്ലാസ് മുറികളിൽ. അതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് പല രാജ്യങ്ങളും, ഇറ്റലി, പോളണ്ട് മുതൽ ആ രാജ്യങ്ങളെല്ലാം അവർ നിർബന്ധപൂർവ്വം വെക്കുന്ന ഒരു അവരുടെ സ്കൂളിന്റെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ ഒരു സിമ്പൽ പോലെ അതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങൾ, അത് പിന്നീട് അത് വ്യാപിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോയി. ഏറ്റവും അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ക്രിസ്മസ് കാലത്ത് പുറത്ത് നമ്മള് പുൽക്കൂടുകൾ വെക്കുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടുള്ള ഏതെങ്കിലും സെന്ററുകളിൽ അങ്ങനെ അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അതിഥിയായി വന്നവൻ വീട്ടുകാരനാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മാറുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ വന്നപ്പോൾ എങ്ങനെയാണ് അതിനുള്ള പ്രതികരണം? എന്ത് പ്രതികരണമാണ് അതിന് നൽകിയത്? അത് ഇവർ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ കേൾക്കുന്ന രീതിയിലാണോ കാര്യങ്ങൾ വന്നത്, അതോ
ഇതിന്റെ പ്രാധാന്യവും അല്ലെങ്കിൽ അതിന് വേണ്ട മറുപടി തക്കതായ മറുപടി കൊടുക്കാൻ അവിടുത്തെ സമൂഹങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ വഴക്കിന് പോകാനായിട്ട് താല്പര്യമില്ല. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമ്മള് ഓക്കെ ഞാനായിട്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട്, അതായത് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെയുള്ള വിശാല മനസ്കരായ ആളുകളൊക്കെ ഒരു പ്രശ്നം വരാതെ നോക്കാനായിരിക്കും അല്ലെ കൂടുതൽ ശ്രമിക്കുക, അങ്ങനെയാണോ? പുൽക്കൂട് വെക്കുന്നതുകൊണ്ടാണ് അവർക്ക് സങ്കടം വരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുൽക്കൂട് എടുത്ത് മാറ്റിയേക്കാം. ഇപ്പം ഈ അടുത്ത കാലത്ത് ഈ 1 വർഷം അല്ലെ 2 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായേക്കുന്ന പുതിയൊരു സംഭവ വികാസമാണ് ക്രിസ്മസ്, ഈസ്റ്റർ എന്നീ പേരുകള് ഈ ഫീസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല. അത് ഈസ്റ്ററിനാണ് നമ്മൾ ലെന്റ് ഫീസ്റ്റ് എന്ന് പറയാവുള്ളൂ. കാരണം അതുപോലെ ഈ ഫീസ്റ്റിന്റെ പേര് പോലും മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ ഇന്ന് മുന്നോട്ട് വരികയാണ്. അത് ഈ സെബാസ്റ്റ്യൻ പുന്നക്കല് സാർ പറഞ്ഞ പോലെ ഒരു പ്രത്യേകതയാണ്. കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ മനസ്സിലേക്ക് തിക്കി നിറച്ചു കൊടുത്തേക്കാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഒരു സംഭവം നടന്നത്. എന്റെ പള്ളിയിൽ കുർബാനയ്ക്ക് കൂടുന്ന ഒരു പയ്യൻ, അവന് 8 വയസ്സേ ഉള്ളൂ. അവൻ പുറത്ത് കളിക്കാൻ പോയപ്പോൾ അവന്റെ സമപ്രായക്കാരൻ ഒരു കുഞ്ഞു, ഈ 8 വയസ്സുള്ള ഒരു കുട്ടി അവന്റെ കഴുത്തിന് പിടിച്ചിട്ട് അവനോട് പറഞ്ഞു അള്ളാഹു അക്ബർ എന്ന് പറയണം എന്ന് പറഞ്ഞു. നീ അള്ളാഹുൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞു. ഈ പയ്യനാണെങ്കിൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് കേട്ടിട്ട് പോലില്ല. അവൻ എന്നിട്ട് പേടിച്ചുപോയി. അവൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇവന് ഈ കാര്യം പറഞ്ഞു. അവരെന്നെ വിളിച്ചു. നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കത് പോലീസിൽ പരാതി കൊടുക്കണം. അവസാനം അവന്റെ പേരൻസ് വന്നിട്ട് പറഞ്ഞു അവനെതിരെ കേസ് കൊടുക്കരുത്, അത് അഭയാർത്ഥിയായിട്ട് വന്നൊരു കുട്ടിയാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കേസ് കൊടുക്കണം, കാരണം ആ കുട്ടിന്റെ പേരിൽ ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അതാണ് മുമ്പേ പറഞ്ഞത്. ഫാദർ റിജു, അവിടെ കേസ് കൊടുത്താൽ തന്നെ ആ നിലയ്ക്ക് സ്ട്രോങ് ആയ ആക്ഷൻ എടുക്കുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഞാൻ കേട്ടിട്ടുണ്ട് അഭയാർത്ഥികൾക്കെതിരെയൊക്കെ നമ്മൾ പൊതുവായ വേദികളിൽ സംസാരിക്കാൻ പോലും വിലക്കുകളുള്ള, പക്ഷേ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വെച്ചാൽ അവരെക്കുറിച്ച് ഒരു കേസ് കൊടുത്താൽ പോലും അവരോടൊരു അലിവുമൊക്കെ ആ നിയമ സംവിധാനങ്ങൾ പോലും കാണിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? ആക്ഷനുകൾ സാധാരണ എടുക്കാറില്ല. പിന്നെ ആകെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ പല പ്രാവശ്യം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവസാനം ഇവൻ പലരെയും കൊന്നു കഴിയുമ്പോഴത്തേക്കുമാണ് പഴയ കേസ് ഡയറി പൊക്കിക്കൊണ്ട് വരുന്നത്. അയ്യോ അന്ന് 2012 ഒരു കേസ് ഉണ്ടായിരുന്നു, 2015 ഒരു കേസ് ഉണ്ടായിരുന്നു, 20 ഒരു കേസ് ഉണ്ടായിരുന്നു, ഒരു 10-20 കേസിന്റെ ലിസ്റ്റുമായിട്ട് അന്നേരം വരും. അന്നേരത്തേക്ക് അത് ടു ലേറ്റ് ആയിട്ട് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് യൂറോപ്യൻ ടീനേജേഴ്സിന് പൊതുവെ ഒരു പ്രിവിലേജ് ഉണ്ട്. ഇപ്പോ ഒരു ടീനേജർ വന്ന് എന്നെ അടിച്ചാലും എനിക്ക് അവനെ തിരിച്ചടിക്കാൻ പറ്റില്ല. കാര്യം അവർക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഒരു പ്രായപൂർത്തിയായ ഒരാളെ ഒരു ടീനേജർ വന്ന് അടിച്ചാലും നമ്മൾ തിരിച്ചടിച്ചാൽ കേസ് നമുക്കെതിരായിരിക്കും. അത് യൂറോപ്പിന്റെ മാനവികതയുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലീഗൽ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ ഇവർ മിസ്യൂസ് ചെയ്യുന്നുള്ള. പക്ഷേ യൂറോപ്യൻ കുഞ്ഞുങ്ങളും ഇസ്ലാമിക അഭയാർത്ഥികളായിട്ടുള്ളവരുടെ കുഞ്ഞുങ്ങളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. യൂറോപ്യൻ കുഞ്ഞുങ്ങളുടെ തലക്കകത്ത് പോയിട്ട് ഓർമ്മയിൽ പോലും മതം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവര് ജനിച്ചു വീഴുന്ന മൊമെന്റ് മുതൽ ഇവര് മതത്തിൽ മാത്രം വളർന്നു വരുന്ന ഒരു ജനതയാണ്. ഇത് തമ്മിൽ വലിയ വ്യത്യാസം വരും ഭാവിയിൽ. കറക്റ്റ് ഫാദർ റിജു, അപ്പോൾ ഇവിടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞതുപോലെ ഈ മതപരമായിട്ടുള്ള ഒരു കോച്ചിങ് ഇപ്പോഴത്തെ നമ്മുടെ ഈ സൺഡേ സ്കൂൾ പോലുള്ള സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ, നെതർലൻഡ്സിലൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് അവരുടെ വിശ്വാസത്തിൽ വളരാനുള്ള ഈ ബോധ്യങ്ങളൊക്കെ ഈ രാജ്യങ്ങളിൽ നൽകുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു കാത്തലിക് വേ ഓഫ് ടീച്ചിങ് എങ്ങനെയാണ്? അങ്ങനെ ഒരു സാഹചര്യം നെതർലൻഡ്സിലില്ല. കാരണം നെതർലൻഡ്സ് എനിക്ക് തോന്നുന്ന യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിശ്വാസത്തിന്റെ കാര്യത്തിലല്ല, മൊറാലിറ്റിയുടെ കാര്യത്തിലാണ്, ഏത് ഏറ്റവും മോശമുള്ള കാര്യങ്ങളോ അത് ആദ്യം സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് നെതർലൻഡ്സ്. ആ ഒരു കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ രാജ്യമാണ്. ഇപ്പൊ അബോർഷനെ കുറിച്ച് പറഞ്ഞാൽ അവർ ആദ്യം അത് സ്വീകരിക്കും. ഇപ്പം എവ്തനസി, അതായത് ആളുകളുടെ ദയാവധമാണെങ്കിൽ അവർ ആദ്യം സ്വീകരിക്കും. ഏത് കാര്യമാണെങ്കിലും ഏത് മോശം കാര്യം ആദ്യം വന്നാലും അത് ആദ്യം സ്വീകരിക്കുന്ന ഒരു രാജ്യം നെതർലൻഡ്സ് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇവിടുത്തെ കാറ്റഗിസം സംവിധാനങ്ങളൊക്കെ താറുമാറായി കിടക്കുന്ന ഒരു രാജ്യമാണ്. പിന്നെ ആകെ നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അവസരം പറഞ്ഞു കൊടുക്കാൻ കിട്ടുന്ന ചാൻസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആദ്യ കുർബാന, സ്ഥൈര്യലേപന സ്വീകരണ വർഷങ്ങളാണ്. അത് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ചൊരു പെർസെന്റേജേ ഉള്ളൂ. അതായത് നെതർലൻഡ്സിലെ മൊത്തം പോപ്പുലേഷന്റെ 6% മാത്രമാണ് ഇപ്പം പ്രാക്ടിക്കലായിട്ട് കത്തോലിക്ക വിശ്വാസം. പേര് കൊണ്ട് മാത്രം ക്രിസ്ത്യാനിയായവരാണ് അവിടെ കൂടുതലുള്ളത്, അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഏതാണ്ട് അത് തന്നെയാണ്. അവരുടെ പേരിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ട് കാത്തലിക്കാണ്, പക്ഷെ ഞങ്ങൾ ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നമുക്ക് യൂറോപ്പിലെ, എനിക്ക് തോന്നുന്നു നെതർലൻഡ്സ് മാത്രമല്ല ഏതാണ്ട് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെയും അവിടെ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ അവസ്ഥ. ശരി, അപ്പോൾ ഇതിലെ ഈ കേരളത്തിലെ കാര്യം പറഞ്ഞതുപോലെയാണ് ഈ സാമുദായികമായ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ പോലും കേരളത്തിലെ ഒരു വലിയ വിഭാഗം ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് പോലും തോന്നുന്നില്ല. ഇത്രയും സാക്ഷരതയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ സാമ്പത്തിക പാരമ്പര്യമായിട്ട് ക്രൈസ്തവ മൂല്യങ്ങളുള്ള സമൂഹത്തിൽ പോലും അത് സാധ്യമല്ല. അപ്പോൾ പിന്നെ യൂറോപ്പിൽ ആളുകൾക്ക് ഈ
തൊട്ട് മുമ്പിലുള്ള ഈ പറയുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ പോലും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലേ ഫാദർ റിജോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ലവ് ജിഹാദ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എന്റെ മോള് പോയതിന് ശേഷമേ ഞാൻ പഠിക്കൂ. അല്ല, അവിടെയും ഇത്തരത്തിലുള്ള പ്രണയക്കെണികൾ ഉണ്ടോ ഫാദർ റിജോ? അത് ഈ അഭയാർത്ഥി പ്രവാഹവുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാവുന്ന കണക്ഷൻ ഫാക്ടർ ഉണ്ടോ? ഈ ലവ് ജിഹാദ് എന്നത് എനിക്ക് തോന്നുന്നത് ഇവരുടെ ലോകം മുഴുവനുള്ള ഒരു കാര്യമാണ്. 1 or 2 കുട്ടി ആയതിനു ശേഷം അവരെ ഇട്ടിട്ട് പോകും. ഈ കുട്ടികൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇസ്ലാം മതത്തിലേക്ക് അല്ലെങ്കിൽ ഇസ്ലാം രീതിയിലേക്ക് ഓൾറെഡി ആയിട്ടുണ്ട് 1-2 വർഷങ്ങൾക്കുള്ളിൽ. ആ ഭാര്യയും ഏതാണ്ട് കുറെയൊക്കെ അവൾ ആയിട്ടുണ്ട്. ഇപ്പൊ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിക്കണമെങ്കിൽ അവരെങ്ങനെയാണെങ്കിലും അവൻ മുസ്ലിം ആയതിനു ശേഷമേ കല്യാണം കഴിപ്പിക്കൂ എന്നുള്ളൊരു രീതിയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറെ വർഷങ്ങൾക്ക് ശേഷം കുറെ കുട്ടികളായി കഴിയുമ്പോൾ ഈ ആണുങ്ങൾ അവരെ ഇട്ടിട്ട് വേറെ പോയി കല്യാണം കഴിക്കും. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഉണ്ടായ കുട്ടികളെല്ലാം മുസ്ലിം ആയിട്ടുമുണ്ട്. ശരി, അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ, ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് അങ്ങനെ മനസ്സിലേക്ക് വരുന്നത്? ഇത്രയും വിശാല മനസ്കതയായി പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഈ ഒരു നൈർമല്യതയും അല്ലെങ്കിൽ അവരുടെ ഒരു നിഷ്കളങ്കതയും കരുണയും ഒക്കെ മുതലെടുക്കുന്ന വലിയ പ്രതിഭാസം, അത് അങ്ങ് യൂറോപ്പ് മുതൽ കേരളത്തിൽ പോലും അതിൻ്റെ പ്രതിഫലനങ്ങൾ അങ്ങ് കാണുകയാണല്ലോ. ശരിക്കും ആഗോള ക്രൈസ്തവ സമൂഹം, ക്രൈസ്തവ സഭ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ജാഗ്രത കുറവ് അല്ലെങ്കിൽ വിവേകമില്ലായ്മ കാണിക്കുന്നുണ്ട് എന്നൊരു തോന്നലെങ്കിലും അങ്ങേക്കുണ്ടോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സർപ്പത്തെ പോലെ വിവേകിയാകാനുള്ള ഒരു പാഠവം ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിൽ ആഗോളതലത്തിൽ ഉണ്ടാകേണ്ടതല്ലേ അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ? നിതിൻ, ഈ അഭയാർത്ഥി പ്രവാഹത്തെ എന്ന് പറഞ്ഞ ആ കൺസെപ്റ്റ് അതിനാൽ തന്നെ ഒതുക്കി നിർത്താവുന്നതല്ല. ശരി, അതിന്റെ മൂല്യ കാരണം എന്നാണെന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതിൽ ചൂണ്ടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അഭയാർത്ഥി പ്രവാഹത്തിന്റെ പിന്നിലുള്ള അജണ്ട, ആ അജണ്ടയാണ് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പുന്നക്കലും ബഹുമാനപ്പെട്ട റിജോ അച്ഛനും പങ്കുവെച്ചതിന്റെ പ്രധാനപ്പെട്ട അജണ്ട. അത് തീവ്രവാദമാണ്. തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് അഭയാർത്ഥി പ്രവാഹമായിട്ട് ഞാൻ കാണുന്നത്. ആ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അജണ്ടകൾ വർക്ക് ചെയ്ത് യൂറോപ്പിൽ മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇന്ത്യ പോലുള്ള 3 രാജ്യങ്ങളിലും എല്ലാം സജീവമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് ഇന്ത്യയിലെ കേരളം അതിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ കാണേണ്ടത് ബഹുമാനപ്പെട്ട റിജോ അച്ഛനും സെബാസ്റ്റ്യൻ പുന്നക്കലും പറയുന്നത് പോലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു സ്നേഹത്തിന്റെ അംശമുണ്ട്. സ്നേഹമാണ് സഭയുടെ ഏറ്റവും വലിയ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മുഖമുദ്ര. ക്രിസ്തുവിലെ പങ്കുവയ്ക്കപ്പെട്ട സ്നേഹത്തിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം. തലവെട്ടുക, കൊല ചെയ്യുക, അങ്ങനെ മതം വളർത്തുന്ന കേന്ദ്രമല്ല ക്രൈസ്തവ കേന്ദ്രങ്ങൾ. നമ്മൾ സ്നേഹിക്കുക, ശുശ്രൂഷിക്കുക, കരുണ കാണിക്കുക, അതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. സഭയിലെയും കത്തോലിക്കര്, ക്രൈസ്തവ മിഷണറിമാരും വൈദികരും ഒക്കെ ചെയ്യുന്ന ആ ദൗത്യമാണ് സഭ വിശ്വാസികളും ചെയ്യുന്നത്. അതുകൊണ്ട് ആ തലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിന്റെ മേൽ എന്തുമാകാവുന്ന ഒരു അവസ്ഥ ലോകത്ത് എമ്പാടും നടമാടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കണ്ണു തുറന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന വലിയ അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. നമ്മൾ ചരിത്രങ്ങളൊക്കെ പറഞ്ഞങ്ങ് ഉദ്ഘോഷിക്കുമായിരിക്കും. പണ്ട് അങ്ങനെയായിരുന്നു. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, വളരെ വലിയ സേവനങ്ങൾ, ഇതെല്ലാം ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും അത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ലായിരിക്കാം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ സമൂഹം ഈ നാടിന്റെ വലിയ വളർച്ചയ്ക്ക് ഇടം നൽകിക്കൊണ്ട് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ, നമ്മൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആത്മശോധന ചെയ്തില്ലെങ്കിൽ ഇനി നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. കേരളത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് ഇത് വ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. എല്ലാ തലങ്ങളിൽ, രാഷ്ട്രീയ മേഖലകളിൽ, സാംസ്കാരിക മേഖലയിൽ, സാമൂഹിക മാധ്യമങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ ആക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു. പ്രതികരിക്കുവാൻ ആളില്ലാത്തൊരു അവസ്ഥ വരെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മൾ വലിയ നേട്ടങ്ങളുടെ കഥ പറഞ്ഞ് അങ്ങ് സന്തോഷിച്ചിരിക്കുകയാണ്. അടിത്തറ മാന്തപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ നീങ്ങുന്നത്. ഒരുമ വേണം, സ്വരുമ വേണം. ഇത് രണ്ടുമില്ലാത്തൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു. ഈ അവസ്ഥയാണ് നമ്മളെ ഭിന്നിപ്പ് ഉണ്ടാക്കി മറ്റ് ശക്തികൾ നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത്.
ഇത് ക്രൈസ്തവ സമൂഹം കാണേണ്ട കാര്യമാണ്. കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അഭയാർത്ഥികളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു മാറുമ്പോൾ നമ്മുടെ സ്വന്തം മണ്ണ് തന്നെ ഇളകുന്ന അവസ്ഥയിലാണ്. തീർച്ചയായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദ അജണ്ടകളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഇതുവരെ കണ്ടറിഞ്ഞിട്ടില്ല. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് പരസ്യമായ കാര്യമാണ്. അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, ന്യൂനക്ഷേമ വകുപ്പിന്റെ അവസ്ഥ തന്നെ നമ്മൾ കണ്ടതല്ലേ. അതെ അതെ, അത് തന്നെയാണ് കള്ളക്കടത്ത്, മയക്കുമരുന്ന്, ഇതിന്റെയൊക്കെ കേന്ദ്രമായിട്ട് കേരളം മാറുന്നത് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാനാകും? കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുമൊക്കെ നടക്കുന്ന തീവ്രവാദ അജണ്ടകളുടെ വേരുകൾ തപ്പി അവരെ അവസാനം എത്തിയിരിക്കുന്നത് കേരളത്തിലേക്കല്ലേ? എത്ര ആള് നമുക്ക് അന്ധന്മാരായിട്ട് അധപ്പതിക്കാനാകും? കരുതലില്ലെങ്കിൽ, ജാഗ്രതയില്ലെങ്കിൽ കേരളത്തിന്റെ ഒരു സമാധാനവും ദൈവത്തിന്റെ സ്വന്തം നാടെന്നുള്ള പേരും ഒക്കെ നഷ്ടപ്പെടാൻ അധികം നാൾ വേണ്ടില്ല എന്ന ഒരു ജാഗ്രതയിലേക്കുള്ള ആഹ്വാനമാണല്ലേ അങ്ങ് ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും നിതിൻ. മാത്രമല്ല, ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഭയാർത്ഥി പ്രവാഹത്തെ തീവ്രവാദ അജണ്ടയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ബാരക് ഒബാമയുടെ ഒരു വാക്കുണ്ട് എന്റെ ഓർമ്മയിൽ വരുന്നത്, ഇൻ ദ എക്കണോമിക് നെർവ് ഓഫ് ടെററിസം, തീവ്രവാദത്തിന്റെ സാമ്പത്തിക നാഡി അതെവിടെയാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതറിയുമ്പോഴാണ് അത് കേരളവുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് കാണുന്നത്. എക്കണോമിക് നെർവ് ഓഫ് ടെററിസം ചെന്ന് നിൽക്കുന്നത് സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്നുകള്, മദ്യം, മദിരാക്ഷി, ഹെറോയിൻ, മരഭ്രാന്തന്മാരായിട്ടുള്ള ചിലരുടെ കോടീശ്വരന്മാരുടെ സാമ്പത്തിക സോഴ്സുകള്, ഇതെല്ലാമാണ് ഈ മേഖലകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു തലമുറയെ നശിപ്പിക്കുന്നതാണ്, അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ്. ഇതിനൊരു പരിഹാരം കാണുവാനും ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ തലങ്ങളിലേക്കും കൂടി ഇത് വ്യാപിച്ചിട്ടുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. ഞാൻ തിരിച്ചു വരാം. ചാച്ചയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ, യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ഒരു തിരിച്ചറിവിലേക്ക് നടക്കുന്നു എന്ന സൂചന അങ്ങ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ നിയമങ്ങൾ അഭയാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമമാണ്. അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും ആ ഒരു പഠനത്തിലൂടെ ഈ പറയുന്ന ആശയങ്ങൾ, അജണ്ടകൾ നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ട് താനും. ശരിക്കും ഈ വിഷയത്തിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് സമൂഹത്തിനുള്ളത്? അഭയാർത്ഥി പ്രവാഹത്തെ എതിർക്കേണ്ട കാര്യം ഒരുപക്ഷെ ലോകത്തിന് ഉണ്ടാകണമെന്നില്ല, പക്ഷേ വെസ്റ്റേൺ ഇൻട്രസ്റ്റുമായി വരുന്ന അഭയാർത്ഥികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ലോകരാഷ്ട്രങ്ങൾക്കും ഉണ്ടാകേണ്ട ആവശ്യവുമില്ലല്ലോ. ഈ രണ്ട് കോൺട്രഡിക്ഷനുകളെ എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾക്ക് ബുദ്ധിപൂർവമായിട്ട് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? എങ്ങനെ അവരുടെ രാഷ്ട്രങ്ങളെ കുറെ കൂടി സുരക്ഷിതത്വത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുവാൻ സാധിക്കും? ഓക്കെ നിതിൻ, ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ ഷെവലിയർ അഡ്വക്കേറ്റ് വി.സി. സെബാസ്റ്റ്യൻ സാർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു. ഈ നമ്മളിപ്പോ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമുക്കിത് ഭീഷണിയാവും എന്ന് പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ പല ക്രൈസ്തവർക്കും എന്ത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലെന്ന്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാം, ഡിസ്പ്ലേ ചെയ്യാം. ജസ്റ്റ് ഈ വീഡിയോ, ഇദ്ദേഹത്തിന്റെ വീഡിയോ, ഒരു പാർലമെന്റിൽ ഖുർആൻ പൊക്കിക്കാണിച്ചുകൊണ്ട് സകലത്തിന്റെയും പ്രശ്നത്തിന്റെ മൂലകാരണം ഇതാണെന്ന് പറയുന്ന ഈ ഒരു വീഡിയോ പലപ്പോഴും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ ഫ്രാൻസിലെ വീഡിയോ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും വന്നത്. പക്ഷേ ബെൽജിയത്തില് ജനുവരി 22-ാം തീയതി 2015 അതായത് ഈ ഭീകര പ്രവർത്തനങ്ങളുടെയൊക്കെ പീക്ക് എത്തുന്നതിനൊക്കെ മുന്നേ, ഈ അഭയാർത്ഥി പ്രവാഹമൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ 2015 ജനുവരി 22-ാം തീയതി ബെൽജിയം പാർലമെന്റിൽ ഒരു MP നടത്തിയ പ്രസംഗമാണ്. അന്ന് പലരും ചിരിച്ചു. ആ ബെൽജിയം പാർലമെന്റിൽ ഇരിക്കുന്ന പലരും അതിനെ വിമർശിച്ചു. പല ആളുകളും അദ്ദേഹത്തെ റൈറ്റ് വിങ് റേസിസ്റ്റ് ആയിട്ട് മുദ്രകുത്തി. എന്നാൽ ഫ്രാൻസിലും ഓസ്ട്രിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെ നടന്ന ഭീകരാക്രമണ പരമ്പരകൾ വന്നപ്പോ അദ്ദേഹം 2015 അന്ന് പറഞ്ഞപ്പോ അന്നുണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞത് ഈ പുസ്തകം ഒരു ഡേഞ്ചർ ആണ്, ഇത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നതാണ്, ഇത് അനേക കഷ്ടതകൾക്കും മിസറികൾക്കും കാരണം ഈ ഒരു ഒറ്റ പുസ്തകമാണ്, ഇതിലെ ആയത്തുകളാണ് ഈ ഇസ്ലാമുകളെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ വരുന്ന ആളുകളിൽ പലരും റാഡിക്കൽ സുന്നികളാണ്. ഈ റാഡിക്കൽ സുന്നികൾ അവരുടെ ഫണ്ടമെന്റലിസമാണ് ഈ രാജ്യങ്ങൾ നടപ്പാക്കുന്നത്. ഈ ബെൽജിയത്തിൽ 295 മോസ്കുകളുള്ളതിൽ പകുതിയിലധികം തുർക്കി ഫണ്ടഡ് ആയിട്ടുള്ള മോസ്കുകളാണ്.
ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യത്തിലൂടെയാണ് സകല അഭയാർത്ഥികളും യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നത്. ഈ അഭയാർത്ഥികളെ ഒരു ഇസ്ലാമിക നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള തന്ത്രമാണ്. ഈ അഭയാർത്ഥികൾ വന്ന് സെറ്റിലായി അവർ പള്ളി പണിയുമ്പോൾ അതിന് ഫണ്ട് കൊടുക്കുന്നതും അവിടെ ഇമാമുമാരെ നിയോഗിക്കുന്നതും തുർക്കി ഗവൺമെന്റാണ്. അത് മക്രോൺ പോലും കഴിഞ്ഞിടക്ക് അത് അവരുടെ നിയമത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ള നിയമം വരെ കൊണ്ടുവന്നു. അതായത് ഒരു ഇസ്ലാമിക മത അധിനിവേശമാണ് ഈ തുർക്കി ലെഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമിക മത അധിനിവേശമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഇവിടെയുള്ള ചലഞ്ച്, അഭയാർത്ഥി പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഹ്യൂമനിറ്റേറിയൻ പ്രശ്നം. അതിനൊരുതിരെ കണ്ണടക്കുക എന്നുള്ളത് ഒരു പൗര എന്താ പറയുക ഒരു മാനവികത ചേർന്നതല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ അതിനെതിരെ കണ്ണടക്കുന്നത് ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യവുമാണ്. ഇത് രണ്ടിനും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു നയമാണ് ഗവൺമെന്റുകൾ സ്വീകരിക്കേണ്ടത്. അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്ന രാജ്യങ്ങൾ ഏതാണോ ആ രാജ്യങ്ങളിൽ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ നിയന്ത്രണത്തിൽ സമാധാന സേന ഇറങ്ങി വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയകൾ സ്ഥാപിച്ച് അത്തരം പ്രൊട്ടക്റ്റഡ് ഏരിയകളിൽ അവർക്ക് ജീവിക്കാനും അവരുടെ സ്വന്തം നാട്ടിൽ സ്വന്തം വായു ശ്വസിച്ചുകൊണ്ട് അവരുടെ സ്വന്തം സംസ്കാരത്തിൽ അവർക്ക് ഇസ്ലാമിക സംസ്കാരമാണെങ്കിൽ ആ ഇസ്ലാമിക സംസ്കാരത്തിൽ അവർക്ക് സ്വൈര്യവിഹാരം നടത്താനുള്ള, അവർക്ക് സമാധാനമായി ജീവിക്കാനുള്ള അവർക്ക് വേണ്ട സന്നാഹങ്ങൾ അവരുടെ സ്വന്തം മണ്ണിൽ ഒരുക്കി നൽകുന്നതാണ് രണ്ടിനുമുള്ള പരിഹാരം. മാത്രമല്ല ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ വിശാല മനസ്കത വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും ഒരുപക്ഷെ സന്നദ്ധമായിരിക്കുകയും ചെയ്യും അല്ലെ. കഴിഞ്ഞ ദിവസം നടന്ന വാർത്തകളിൽ യൂറോപ്യൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച ഒരു ന്യൂസ് നമ്മളുടെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. EU ഓഫേഴ്സ് ക്യാഷ് ആൻഡ് മോർ ഡിപ്പോർട്ടേഷൻ 10,000 euro ക്യാഷ് ഓഫർ ചെയ്യാണ്. 2020 സെപ്റ്റംബർ 23 ന്യൂയോർക്ക് ടൈംസിൽ വന്ന റിപ്പോർട്ടാണ്. അത് ഏപ്രിൽ 14 2021 ഏപ്രിൽ 14 രണ്ടാഴ്ച മുന്നേ അത് അപ്ഡേറ്റ് ചെയ്ത വാർത്തയാണ്. EU offers almost 10,000 euro per family തിരിച്ചു പോകുന്നതിന് വേണ്ടി. ഡിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് 10,000 യൂറോടെ കൊടുത്ത് അവർ ഡിപ്പോർട്ട് ചെയ്യുക. പക്ഷെ അതൊരിക്കലും സക്സസ് ആവത്തില്ല. ഈ ആളുകൾ തന്നെ അടുത്ത വണ്ടി പിടിച്ച് തിരിച്ചു വരും. അപ്പൊ അതിനു പകരം യുണൈറ്റഡ് നേഷൻസിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായ ഒരു സമാധാന സോണുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ എന്താ പറയുക ഒരു സമാധാന ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഈ ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ ഒരു കോർഡിനേറ്റഡ് സൈനിക എഫേർട്ടുകൾ, ഇപ്പൊ UN പീസ് ആർമിക്കില്ലേ, അങ്ങനെയുള്ള എഫേർട്ടുകൾ എടുത്തിട്ട് പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ അവർക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും അവരുടെ സാധാരണ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് ഒരുക്കേണ്ടത്. എന്നാൽ ഇങ്ങനെ ഒരുക്കിയാൽ പോലും യൂറോപ്പിന്റെ ഭീഷണി മാഞ്ഞു പോകില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം 2010 മുതൽ 2016 വരെയുള്ള യൂറോപ്പിലെ ഇസ്ലാമിക പോപ്പുലേഷന്റെ അഭയാർത്ഥി പ്രവാഹത്തിന്റെ കണക്ക് വെച്ചിട്ട് പ്യൂ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന പ്യൂ റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒരു ഫാക്ട് ടാങ്ക്, ഒരു ബിഗ് ഡാറ്റ അനലിസ്റ്റുകളാണ് അവർ പുറത്തിറക്കിയ മാത്തമാറ്റിക്കൽ മോഡലിംഗ് പ്രഡിക്ഷൻ പ്രകാരം സീറോ മൈഗ്രൻസ് 2016 മുതൽ സീറോ മൈഗ്രേഷൻ, പക്ഷെ അതിൽ നിന്ന് ഒത്തിരി മുന്നോട്ട് പോയി ഏറ്റവും കൂടുതൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായ വർഷങ്ങളാണ് 17, 18, 19, 20 വർഷങ്ങൾ. അപ്പൊ സീറോ മൈഗ്രന്റ് പോളിസി 2016 മുതൽ നടപ്പാക്കിയ ഇരുന്നെങ്കിൽ പോലും യൂറോപ്പിൽ 7.4% മുസ്ലിങ്ങളായി തീർന്നതിന് 2050. അതിൽ ഫ്രാൻസിൽ 12.7%. പക്ഷേ 2016 മുതൽ 20 വരെ ആരും സീറോ മൈഗ്രന്റ് പോളിസി നടപ്പാക്കിയിട്ടില്ല. ഹ്യൂജ് മൈഗ്രേഷൻ ആണ് നടന്നത്. അപ്പൊ അവരുടെ പ്രഡിക്ഷൻ എടുത്താൽ ഹൈ മൈഗ്രേഷൻ ആണ് നടക്കുന്നതെങ്കിൽ 2016 ശേഷം ഹ്യൂജ് മൈഗ്രേഷൻ നടന്നാൽ അവരുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് യൂറോപ്പിൽ 14% മുസ്ലിങ്ങൾ 2050 ഉണ്ടാവും. ജർമ്മനിയിൽ 19.7%, UK-ൽ 17%, ഫ്രാൻസിൽ 18% മുസ്ലിങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഇവര് വന്ന് തമ്പടിക്കുന്ന ഇപ്പൊ കേരളത്തിൽ വെറും 20% മുസ്ലിങ്ങളെ ഉള്ളൂ. പക്ഷെ MP-മാരിൽ 3/1 ഇവരായിരിക്കും, മുസ്ലിങ്ങളായിരിക്കും. എന്തുകൊണ്ടാ? അവരൊരു ഏരിയയിൽ അവർ ഒരുമിക്കുന്നു, ആ ഏരിയയിൽ നിന്ന് അവരുടെ ആളുകൾ മാത്രമേ ജയിക്കുകയുള്ളൂ. അപ്പൊ അവരുടെ ജനസംഖ്യാപരമായ പ്രാതിനിധ്യത്തെക്കാൾ കൂടുതൽ ജനപ്രതിനിധികൾ അവർക്ക് വേണ്ടി ഉണ്ടാകും. അതായത് ചെറിയ ജനസംഖ്യ വെച്ചിട്ട് യൂറോപ്പിന്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു സ്പേസ് അവർക്കുണ്ടോ? ഇവർക്ക് വേണ്ടി മനുഷ്യാവകാശ സംഘടനകളും ഹ്യൂമാനിറ്റേറിയൻ ആശയങ്ങളുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ അവർ രാഷ്ട്രീയ ശക്തിയായിട്ട് ഈ ഇടങ്ങളിൽ അവർ ആർജിക്കപ്പെട്ടിട്ടുണ്ടോ അവരുടെ ശക്തി? ഇതിന് ലണ്ടൻ മേയർ ആരാണ്? ഇതിന് മുസ്ലിമാ, പാകിസ്ഥാനിയാണ്. കഴിഞ്ഞ ഗവൺമെന്റിൽ തെരേസ മേയുടെ ഗവൺമെന്റിൽ UK-യുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരായിരുന്നു? ഹോം അഫയേഴ്സ് മിനിസ്റ്റർ ആരായിരുന്നു? അതായത് ഇത്തരം പോളിസികൾ തീരുമാനിക്കുന്നില്ല, അഭയാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മളൊരു മൃദു സമീപനം എടുക്കണമെന്ന തീരുമാനങ്ങൾ പോലും എടുപ്പിക്കുന്നതിൽ
അവരുടെ രാഷ്ട്രീയ ഇടപെടൽ കൂടി അവർ ഉപയോഗിക്കുന്നു യൂറോപ്പിലെങ്ങും എന്നൊരു ആശയം. അതായത് ഇവരുടെ പ്രത്യേകത, അവർ വന്ന് താമസിക്കുന്നു. ഇപ്പൊ ബെർമിംഗ്ഹാം അതുപോലുള്ള മേഖലകൾ, അവർ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വന്ന് എല്ലാവരും കൂടെ ഒക്കെ, അല്ലാതെ ഇവർ സ്കാറ്റർ ആയിട്ട് താമസിക്കത്തില്ല. അതായത് ഇവിടെ എക്സിസ്റ്റിംഗ് സൊസൈറ്റിയുമായിട്ട് ഒരിക്കലും മെർജ് ചെയ്യത്തില്ല. അവരെല്ലാവരും കൂടെ ഒരു ഏരിയയിൽ വന്ന് താമസിക്കും. അപ്പൊ അവിടുത്തെ ലോക്കൽ കൗൺസിൽ അവരാവും. കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ പാർലമെന്റ് മെമ്പർ അവരാവും ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമാവും. അങ്ങനെയാണ് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത്. ഇപ്പൊ കേരളം തന്നെ എടുത്ത്, കേരളത്തിന്റെ പകുതി മുതൽ അങ്ങോട്ടാണ് ഇസ്ലാമിക പോപ്പുലേഷൻ. പിന്നീട് എന്ത് സംഭവിച്ചു? പെരുമ്പാവൂർ വന്ന് ഫോക്കസായി, ഈരാട്ടുപേട്ട ഫോക്കസായി, ഇപ്പൊ പാലയിലേക്ക് കടക്കാൻ പോകുന്നു. അങ്ങനെ ഇവര് ഓരോ സ്ഥലത്തും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു. അതാണ് അവരുടെ പൊളിറ്റിക്കൽ ഒരു ഐഡിയ ആണത്, പൊളിറ്റിക്കൽ ഐഡിയോളജി തന്നെയാണ്. തീർച്ചയായും. അപ്പൊ ഇവരുടെ മുമ്പിലുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അങ്ങ് നിർദ്ദേശിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശമാണ്. തിരിച്ചു വരാം, ചർച്ച അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഫാദർ റിജോ മുപ്രപ്പള്ളിൽ, നെതർലൻഡിൽ ഇരുന്നുകൊണ്ട് യൂറോപ്പിന്റെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ വിലയിരുത്തുന്ന ആളെന്ന നിലയിൽ ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞതുപോലെ ആ ആശയം ലോകരാഷ്ട്രങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. അതുപോലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അങ്ങക്ക് മുമ്പുണ്ടോ? മാത്രവുമല്ല, നെതർലൻഡ്സിൽ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള, ഇന്ത്യക്കാരായിട്ടുള്ള ക്രൈസ്തവ സമൂഹങ്ങളോട് ഒരു വൈദികൻ എന്ന നിലയിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ ചരിത്ര സത്യങ്ങളെ മണ്ണിട്ട് മൂടാറുണ്ട്. കാപ്പിപ്പൊടി അച്ഛൻ ഒരു ചരിത്ര സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛനെതിരെ പല ജിഹാദികളും അല്ലെങ്കിൽ തീവ്രവാദികളും സടകുടഞ്ഞെഴുതി. അതിനേക്കാൾ കൂടുതലായിട്ട് നിഷ്പക്ഷരെന്ന് വിളിക്കപ്പെടുന്ന സമൂഹവും അതിൽ 80% ക്രിസ്ത്യാനികൾ, 90% ക്രിസ്ത്യാനികളാണ്. അതാണ് ആ ഒരു വ്യത്യാസമാണ്. സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ പോലും നമ്മുടെ ഇടയിൽ നിന്ന് ഒരു സപ്പോർട്ട് വരുന്നില്ല. കാരണം ഞാൻ പലപ്പോഴും ഇതുപോലുള്ള ഞാൻ അറിഞ്ഞതും വായിച്ചതും ആയ കാര്യങ്ങള് പങ്കുവയ്ക്കുമ്പോൾ എന്നോട് ഉണ്ടാകുന്ന, ഇപ്പം സെബാസ്റ്റ്യൻ പുന്നക്കലിന് ഈ അടുത്ത കാലത്തുണ്ടായ ഭീഷണികള് എനിക്കെതിരെ ഉണ്ടാവും. അങ്ങനെ പറയും, ഇപ്പൊ നാട്ടിൽ അവധിക്ക് ഇടപെട്ടോട്ടെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന ഒരു അച്ഛൻ, മലയാളി അച്ഛനാണ്. അദ്ദേഹം ഒരു പ്രൈവറ്റ് സംഭാഷണത്തിൽ ഹോസ്റ്റലിൽ മറ്റൊരു അച്ഛനോട്, ഇന്തോനേഷ്യയിൽ നിന്നുള്ള മറ്റൊരു അച്ഛനോട് ഈ ഇസ്ലാമിക അധിനിവേശത്തെ കുറിച്ച് പറഞ്ഞതിന് ഇന്തോനേഷ്യൻ അച്ഛൻ കൊണ്ട് ഈ മലയാളി അച്ഛനെ കംപ്ലൈന്റ് കൊടുത്തു ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റിയിൽ. ഇദ്ദേഹം റൈസിസം പറയുന്നെന്ന് പറഞ്ഞിട്ട്. ഇതാണ് ക്രൈസ്തവരുടെ ഒരു സാധാരണ രണ്ട് അച്ഛന്മാരായിട്ട് ചെയ്ത പണി. അതാണ് ഇപ്പൊ ഞാൻ അവധിക്ക് വന്നു കഴിഞ്ഞാല് ഇവരെ എനിക്കെതിരെ വാൾ ഉയർത്തി കഴിയുമ്പോൾ നമ്മുടെ ആളുകൾ തന്നെ പറയും, നിനക്ക് മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ, നീ പറഞ്ഞതിന് ശേഷം പറഞ്ഞത് കൊണ്ടല്ലേ. എന്റെ വീട്ടിൽ നിന്ന് തന്നെ എന്റെ പേരൻസ് പറയുന്നൊരു കാര്യം, മറ്റുള്ള അച്ഛന്മാര് പറയട്ടെ, നിനക്ക് മിണ്ടാതിരുന്നു കൂടെ എന്ന്. അതായത് നമ്മുടെ ആളുകള് മറ്റുള്ളവൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞ് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ കൂടെ നമ്മൾ മണ്ണിട്ട് മൂടുവാണ്. അങ്ങനെ ഒരു അവസരത്തില് എനിക്ക് ക്രൈസ്തവ സമൂഹത്തോട് പറയുന്നത്, ഒന്നിച്ചു നിന്നില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് നിലനിൽപ്പില്ല. സത്യം തിരിച്ചറിയണം. ചരിത്ര സത്യങ്ങളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സത്യങ്ങളും. സ്വന്തം വീട്ടിൽ നിന്ന്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം മകള് പോയിട്ട് പഠിക്കാനിരിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് നമുക്കിന്നുള്ളത്. ആ സ്ഥാനത്ത് നിന്ന് നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതല്ലെങ്കിൽ പോലും അടുത്ത വീട്ടിൽ നിന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പഠിക്കാൻ, ഒരു ജസ്നയുടെ കേസിൽ നിന്ന് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരുന്ന മറ്റ് കേസുകൾ കണ്ടിട്ട് എന്റെ മക്കൾക്ക് അല്ലെങ്കിൽ എന്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് അത് ഉണ്ടാകരുതെന്ന് നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മുടെ സമുദായവും, ഒപ്പം നമ്മുടെ കാറ്റഗിസം മാറേണ്ട സമയം അതിക്രമിച്ചു. കാരണം എല്ലാം ഒന്നാണ്. ഈസാ നബിയും ഈശോയും ഒന്നാണ്, മിറിയാവും മറിയവും ഒന്നാണ്. അങ്ങനെ ഇപ്പൊ അബ്രാഹത്തിന് എല്ലാം നമ്മുടെ അബ്രാഹത്തിന്റെ മക്കളാണെന്ന് പഠിപ്പിക്കുന്ന ആ ഒരു വിശാല മനസ്സിന് അപ്പുറത്ത് സത്യം പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നമ്മുടെ ആളുകളും കൂടെ, നമ്മുടെ കാറ്റഗിസവും കൂടെ മുന്നോട്ട് വരണം. ഈ വളരെ ആദരിക്കപ്പെടുന്ന മൈക്കിൾ കാര്യമറ്റത്ത് അച്ഛനെ പോലെയും മാരിയ ജോസഫിനെ പോലെയൊക്കെയുള്ള ആളുകളാണ് ഇത്തരം ആശയങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് എന്നതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ എവിടെയാണ് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം, അല്ലേ ഫാദർ റിജോ? ഈ ഒരു കാര്യത്തിൽ നമുക്ക് സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് ഒത്തിരി നന്ദി ഉണ്ടായിരിക്കണം. കാരണം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ശക്തമായിട്ട് വന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ളവര് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഒത്തിരി നന്ദി ഉണ്ട് ആ ഒരു കാര്യത്തില്. കാരണം ഇപ്പം ഞാൻ അത് ഷെയർ ചെയ്യുന്നതോടുകൂടി കാണുന്ന പലരും പറയാറുണ്ട്, അച്ഛൻ അത് ഷെയർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. കാരണം ആ ചേട്ടൻ അവിടെ ഇരുന്ന് പലപ്പോഴും പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അത് അവോയ്ഡ് ചെയ്ത് പോയി. പക്ഷെ അച്ഛൻ ഷെയർ ചെയ്തപ്പോഴാണ് ഞങ്ങൾ അത് എന്തോ കാണേണ്ട ഒന്നാണല്ലോ എന്ന് കരുതി ഞങ്ങളും കൂടെ കണ്ടത്. ഇപ്പൊ അതുകൊണ്ട് പലരും അത് ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഓരോ പ്രാവശ്യവും അത് വരുമ്പോൾ അത് അന്നേരം തന്നെ കാണാനുള്ള തീവ്രതയോടുകൂടി. അതുകൊണ്ട് നമ്മുടെ സമുദായവും ഈ ഒരു കാര്യത്തില് വിട്ടുവീഴ്ചയ്ക്കല്ല. കാരണം
സത്യം വിളിച്ചു പറയാനായിട്ട്. കാരണം സത്യം വിളിച്ചു പറയുന്നവരെ വാമൂടി കെട്ടുന്ന ഒരു കാലത്തിലേക്ക്, അത് കേരളത്തിൽ നിന്നല്ല ലോകം മുഴുവനും ഈ ഇസ്ലാമിക സമൂഹം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം അവര് വാളെടുത്ത് പേടിപ്പിച്ച് അവരോട് മിണ്ടാതിരിക്കാനായിട്ട്, മിണ്ടുന്നവനെ കൊന്നുകളയുന്നു. കാരണം അത് കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ചെയ്യുന്ന ഒരു കാര്യമല്ല. നമുക്ക് നമ്മുടെ ദൈവത്തിന് നമ്മുടെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല. നമ്മുടെ ദൈവത്തെ നമ്മൾ അവരെ അവഹേളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിയാക്ഷനുകൾ നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞാൽ അത് വരച്ചവന്റെ കാല് വെട്ടുകയോ കൈവെട്ടുകയോ നമ്മൾ ചെയ്യാറില്ല. കാരണം നമ്മുടെ ദൈവത്തിന് നമ്മുടെ സംരക്ഷണം ആവശ്യമില്ല. അവനെ തന്നെ സംരക്ഷിക്കാൻ അറിയാം. എന്നാൽ ഇവരുടെ ദൈവത്തിന് ഇവരുടെ സംരക്ഷണം ഇല്ലാതെ നിലനിൽക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഇവരുടെ ദൈവം അല്ലെങ്കിൽ ഇവര് മഹോന്നതൻ എന്ന് പറയുന്ന ആളുടെ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോഴത്തേക്കും അത് ഇവർക്ക് തന്നെ നാണക്കേടാണ്. അത് അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യം കൊണ്ടുകൂടെയാണ്. പക്ഷെ അത് മറ്റുള്ളവർ അറിയുമ്പോൾ അവർക്കുള്ള ഒരു നാണക്കേട് മറയ്ക്കാനായിട്ട് ഇവരെ കൊന്നുകളയണമെന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. തീർച്ചയായും ആ ജാഗ്രത ക്രൈസ്തവ സമൂഹങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയം. പ്രാവുകളെ പോലെ നിഷ്കളങ്കരാകണമെന്ന് പറയുമ്പോൾ പോലും സർപ്പത്തെ പോലെ വിവേകിയാകണമെന്ന് തന്നെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് ഈ വിഷയങ്ങളിലും ആഗോള ക്രൈസ്തവ സമൂഹത്തിനും ലോകരാഷ്ട്രങ്ങൾക്കും ഉണ്ടാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അഭയാർത്ഥികൾക്ക് ഒപ്പം നമ്മൾ നിൽക്കണം. അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം. അവർക്ക് ഉചിതമായ സാഹചര്യം ഒരുക്കുവാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഇടപെടുകയും വേണം. പക്ഷേ അതിൻ്റെ ഇടയിൽപ്പെടുന്ന കള്ളനാണയങ്ങളെ തിരിച്ചറിയുവാനും അത് മതപരമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള, തീവ്രവാദപരമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് അത്തരം ഇടപെടലുകൾ അത് ചേർത്ത് വായിക്കപ്പെടുമ്പോൾ അവിടെ വിവേകത്തോടെ അതിനെ എതിർക്കുവാനും ഒറ്റപ്പെടുത്തുവാനും ലോകരാഷ്ട്രങ്ങൾ മുന്നിട്ട് വരണം. പ്രത്യേകിച്ച് ആ ഒരു ജാഗ്രത ആഗോള ക്രൈസ്തവ സമൂഹങ്ങളിലേക്കും ഉണ്ടാകണം എന്ന ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ, ഫാദർ റിജോ മുപ്പറപ്പള്ളിൽ, 3 പേർക്കും നന്ദി.